ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ ഷാജി വി ജോസഫ് പാസ്റ്ററാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യജാതനായ ക്രിസ്തു, അതായത് ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീർന്ന ദൈവത്തിന്റെ മഹനീയമായ പദ്ധതിയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ക്ലാസ് കേട്ടതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഈ ആഴ്ചയും ദൈവത്തിൽ നിന്ന് ദൈവാത്മാവിൽ നല്ല ശക്തമായി നമുക്ക് ദൈവാലോചന കേൾക്കേണ്ടതിനായി പാസ്റ്റർ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഗോസ്പൽ TV UP എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും അതോടൊപ്പം കർത്താവിന്റെ ദാസനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഒരു വാക്ക് ദൈവത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിൽ മുഖാന്തരം ഞങ്ങളെ സൃഷ്ടിക്കുകയും നഷ്ടപ്പെട്ട ഞങ്ങളുടെ ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കുകയും ക്രിസ്തുവിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ക്രിസ്തുവാദിന തലയോളം വളർത്തി അങ്ങയുടെ മാറിലണയ്ക്കുന്ന ആ മനോഹരമായ പദ്ധതിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുകയാണ്. നല്ല പിതാവേ, ഈ ചെറിയ പരീക്ഷാ കാലയളവിൽ ഇത് തിരിച്ചറിഞ്ഞ് ജയം പ്രാപിച്ച് അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അവകാശം പ്രാപിപ്പാൻ, അങ്ങയുടെ മക്കളായി ജയം പ്രാപിപ്പാൻ, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ജയം പ്രാപിപ്പാൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ജയം പ്രാപിപ്പാൻ ഒക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു എങ്ങനെ അങ്ങയെ ഭൂമിയിൽ വെളിപ്പെടുത്തിയോ, ദൈവത്തെ ക്രിസ്തു എങ്ങനെ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയോ, അതേപോലെ ദൈവപുത്രനിൽ വസിച്ചുകൊണ്ട് ഞങ്ങളും ദൈവപുത്രനെ അങ്ങയെ വെളിപ്പെടുത്തുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇത് മക്കളുടെ ഹൃദയങ്ങളിൽ വീഴുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ കർത്താവേ, ഇതിന് മുഖാന്തരമായ ഗോസ്പൽ TV ഈ ചാനലിനെയും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദാസിനെയും കുടുംബത്തെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് നയിച്ചാട്ടെ, അങ്ങ് നടത്തിയാട്ടെ, അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇതാ ഞാൻ അങ്ങയുടെ ശരീരമാകുന്ന ക്രിസ്തുവിന്റെ അവയവമല്ലോ, അങ്ങ് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ഉപയോഗിക്കാം. അങ്ങയെ വെളിപ്പെടുത്തുവാൻ ഇതാ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ നല്ല ആത്മാവ് എന്റെ അകത്തും പുറത്തും ഒക്കെ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സാഹചര്യങ്ങൾ അങ്ങ് നിയന്ത്രിച്ചോളണമേ എന്ന ഇന്റർനെറ്റ് സിഗ്നലുകളെ ഒക്കെ അങ്ങ് നിയന്ത്രിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മേഖലയിൽ പോലും ദുഷ്ടൻ തൊടുവാൻ അങ്ങ് അനുവാദം കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവ്വമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ. വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി, പ്രത്യേകിച്ച് ദൈവരാജ്യ മൊഴികളുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു പോരുക. സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ജോലി ഈ ലോകത്തിലില്ല. ആ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഇതിനൊരു അവസരം ഒരുക്കി തന്ന ഗോസ്പൽ TV ചാനലിനോട് നന്ദി അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഇനിയും കടന്നു വരുവാൻ ശ്രമിക്കാനുള്ള എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്നതിനായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, അല്പ ദിവസങ്ങളെ നമ്മളുടെ ജീവൻ ഈ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ബ്ലഡ് എപ്പോ വേണമെങ്കിലും നമ്മളെ തിരസ്കരിക്കാം. ആ തിരസ്കരിക്കുന്ന സമയം നമ്മുടെ ഭൂമിയിൽ ജീവിതം അവസാനിക്കും. നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ശരീരത്തിന്റെ ജീവൻ ഇരിക്കുന്ന രക്തത്തിലാണ്. രക്തം എപ്പോൾ പിൻവലിക്കപ്പെടുന്നു, ആ ജീവൻ പിൻവലിക്കപ്പെടുന്നുവോ, ആ രക്തത്തിൽ നിന്ന് എപ്പോൾ ആ ജീവൻ പിൻവലിക്കപ്പെടുന്നുവോ അപ്പോൾ നമ്മുടെ ശരീരം ഇവിടെ അവസാനിക്കും. അതോടുകൂടി അത് മണ്ണായി അവസാനിക്കും. അതിനു മുമ്പ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ അവകാശം നാം പ്രാപിപ്പാൻ ഇടയാകണമെന്ന് എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങളുടെ സഹോദരനാണ് ഞാൻ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ ഗ്രൂപ്പിന്റെയോ ഒന്നും വ്യക്താവല്ല. എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ദൈവത്തിന്റെ അവകാശമായ ദൈവപുത്രന്മാരിലേക്ക്, ദൈവ കുടുംബത്തിലെ അംഗത്വത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരവയവമാണ് ഞാൻ. പോലെയൊക്കെ തന്നെ ഒരുപക്ഷെ അത് അറിയത്തില്ലായിരിക്കും, എത്തിയിട്ടില്ലായിരിക്കും. എന്നാൽ ദൈവം അത് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ മിത്രമാണ്. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. നിങ്ങൾ സാധാരണ കേൾക്കുന്നത് പോലെ കത്തോലിക്ക ഗ്രൂപ്പ് ഒന്നോ, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ഒന്നോ, പെന്തക്കോസ് ഗ്രൂപ്പ് ഒന്നോ, CSI ഗ്രൂപ്പ് ഒന്നോ, അങ്ങനെ ഒന്നും നിങ്ങൾ ഇവിടെ കേൾക്കത്തില്ല. പകരം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ നിങ്ങളെ കൊണ്ട് ചെല്ലാനാണ് തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഭൂമി
ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് അത് ഇങ്ങനെ പറഞ്ഞത്, കാണാതെ പോയ ആടുകളെ തിരഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതാ ഇനി ഈ ആടുകളെ രക്ഷിച്ചെടുത്ത് ഇതാ അപ്പനും കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒരു ഡ്യൂട്ടി ക്രിസ്തുവിനുണ്ട്. ഇത് മറക്കരുത്. നമുക്ക് കൂടെ സ്വന്തം സാമ്രാജ്യം ഒന്നും സ്ഥാപിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ, പണ്ട് എനിക്കും അങ്ങനെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ സത്യം അറിഞ്ഞപ്പോൾ സത്യം എന്നെ സ്വതന്ത്രമാക്കി. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ സന്ദേശങ്ങൾ മാത്രമേ നിങ്ങൾ ഇവിടെ പറയുകയുള്ളൂ. എല്ലാ വചനാടിസ്ഥാനമായിരിക്കും. ഏതെങ്കിലും ഞാൻ വചനാടിസ്ഥാനത്തിൽ പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാ ദേവദാസന്മാരെയും ഞാൻ എൻകറേജ് ചെയ്യണം, നിങ്ങൾ ഇത് തന്നെ പറയണം. ഞങ്ങൾ പറയുന്ന വചനം ദൈവത്തിന്റെ വചനപ്രകാരം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണമെന്ന്. ഹല്ലേലൂയ. എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും ദൈവവചന അനുസൃതമായിട്ട് പറയും. അപ്പോൾ ഡിനോമിനേഷൻ സംഘടനകളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ഇടയാ. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കൂടുതൽ ഡിലേ ആയെന്ന് തോന്നുന്നു. അപ്പോ ഇത് എത്തിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 2 മണിക്കൂറാണ് നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള ടൈം. അപ്പോ അതിന്റെ ഉള്ളില് സാധാരണ ഞാൻ എപ്പോഴും ഒരു 1.25 മണിക്കൂർ കൊണ്ട് നിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോ സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ സന്ദേശത്തിൽ നാം ആരംഭിച്ച ആ സന്ദേശത്തിന്റെ തുടർച്ചയാണ്. ആ സന്ദേശം അതിന്റെ ടൈറ്റിൽ ഇതാണ്, ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീർന്ന ദൈവത്തിന്റെ മനോഹര പദ്ധതി. അതിന്റെ 2ാം ഭാഗമാണ്. അപ്പോൾ തന്നെ 2 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒന്നൊരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ഇതിനു മുമ്പുള്ള ഒരു ഡിബേറ്റ്, ഒരു മകനുമായിട്ട്, അതിന്റെ പേര് ഞാൻ വിട്ടുപോയി, ആ മകനുമായിട്ടുള്ള ഡിബേറ്റില് കൗണ്ടർ പോയിന്റ് ആയിരുന്നു. ആ കൗണ്ടർ പോയിന്റിൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ക്രിസ്തുവും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചപ്പോ ആ മകൻ അതിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കൗണ്ടർ പോയിന്റ് ആയതുകൊണ്ട് ഞാനും അതിന്റെ ഉത്തരം പറയാനായിട്ട് നിന്നില്ല. കാരണം അദ്ദേഹത്തിൽ നിന്നാണ് ഉത്തരം പ്രതീക്ഷിച്ചത്. അപ്പോൾ ആ മോള് ചോദ്യം എന്ന് പറയുന്നത്, പാസ്റ്ററെ അങ്ങ് ചോദിച്ചു, പക്ഷെ അതിന്റെ ഉത്തരം തന്നില്ല, അപ്പോൾ അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഉത്തരം കൊടുക്കുവാനായിട്ട് ഒരു ടൈം ആവശ്യമാണ്. അപ്പൊ തന്നെ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിലായിരുന്നു, ഹിന്ദി ബൈബിൾ കോളേജിലായിരുന്നു ശുശ്രൂഷ ഒരാഴ്ചത്തോളം. അപ്പൊ പഠിപ്പിക്കുന്ന ദേവദാസന്മാർക്ക് പോലും ഈ സംഭവം വ്യക്തമായിട്ട് അറിയത്തില്ല. അവര് പലപ്പോഴും ഈ വക യേശുവിനെയും ക്രിസ്തുവിനെയും തമ്മിൽ ഒരു പിടുത്തമില്ലാത്ത രീതിയിലാണ് പലരും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നവർക്ക് പിടുത്തമില്ലെങ്കിൽ പിന്നെ എങ്ങനെ കുട്ടികൾക്ക് പിടുത്തം ഉണ്ടാകണേ? അപ്പോ ഇത് കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ സന്ദേശത്തിൽ സജുബ് ഒരു ചോദ്യം ചോദിച്ചു, എല്ലാം കഴിഞ്ഞ ശേഷം. അപ്പോൾ 1 തിമോത്തി 3:16 പറയുന്നുണ്ടല്ലോ, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. മലയാളത്തിൽ അങ്ങനെയല്ല, എന്നാൽ KJV പറയുന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ അന്ന് അദ്ദേഹത്തിനത് ഷോർട്ടായിട്ട് ഉത്തരം കൊടുത്തുവെങ്കിലും അതിന്റെയും ഒരു ഉത്തരം കൊടുക്കേണ്ടത് അനേകർക്ക് സംശയമുള്ള ഒരു ക്രമീകരണമാണിത്. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വചന സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതൊന്നും നമുക്ക് ധാരാളമായിട്ട് മനസ്സിലാകുന്നില്ല എങ്കിലും, പല തർക്കങ്ങളൊക്കെ നടക്കുന്നെങ്കിലും, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും മനസ്സിലായില്ല, ഇപ്പോൾ നാം അംശമായി അറിയുന്നു, പൂർണ്ണമായിട്ട് വരുമ്പോഴോ നാം അതുപോലെ അറിയപ്പെടും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നാം യേശുവെ സ്തുതിക്കുന്നവരായി മാത്രം ഒതുങ്ങരുത്, യേശുവെ അനുഗമിക്കുന്നവരായി തീരണം. യേശു അനുഗമിക്കുന്നവരായി തീർന്നാൽ ഈ വക ഫെസിലിറ്റി ഒക്കെ ഓട്ടോമാറ്റിക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയാവും. ഇതൊരു മർമ്മമാണ്. ഹല്ലേലൂയ. യേശു അനുഗമിക്കുക. 25-ലധികം പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മളുടെ സുവിശേഷ വേളകളിൽ, വേദികളിൽ ഇത് കേൾക്കുന്നത്, ചർച്ചകളിൽ പഠിപ്പിക്കുന്നത് വളരെ വിരളമാണ്. ഹല്ലേലൂയ. ദാറ്റ്സ് എ മസ്റ്റ്. ഹല്ലേലൂയ. അങ്ങനെ യേശു അനുഗമിക്കുമ്പോൾ തന്നെ അത് യേശുവിനോടുള്ള ബഹുമാനമാണ്, യേശുവിനോടുള്ള സ്തുതിയാണ്. ഹല്ലേലൂയ. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്നൊക്കെ പറയുന്നു, അതായത് പാട്ടുപാടിയൊക്കെ പോയിട്ടുള്ളത്, പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അനുസരിക്കാത്ത? യേശുവിനെ അനുഗമിക്കുമ്പോൾ അനുസരണമാണ് അത് കയറി വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ നേരത്തെ അതൊക്കെ അനേക വചനങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. വചനം കൂടാതെ ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. എല്ലാ ദേവദാസന്മാരെ ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാവരോടും പറയണം, വചനം കൂടാതെ ഒന്നും വിശ്വസിക്കരുത്. അല്ലാതെ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു മിണ്ടിപ്പോകരുത്. ഈ വചനം പറയുന്നത് വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ സാധാരണ എല്ലാവരോടും പറയുന്നത്. റിട്രീറ്റിന് വരുന്നവരോടൊക്കെ പറയുന്നത്, ദൈവത്തിന് നിങ്ങളുടെ കയ്യിലുള്ള ഞാൻ ഒന്നുകൂടി കൂട്ടിയാകുന്നത്, എന്റെ ബൈബിൾ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിച്ചോളാം എന്നാ പറഞ്ഞേക്കണേ. ഹല്ലേലൂയ. എന്നാലും പലരും കല്ലിലെടുത്ത് എറിയുന്നവർ വചനം കൊണ്ട് എറിയേ. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ഞാൻ നന്നാവുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ നന്നാവുള്ളൂ. വചനം കൊണ്ട് എറിയുക, അല്ലാതെ
നിങ്ങളുടെ സ്വന്തം അഭിപ്രായം ദയവായിട്ട് പറയാതിരിക്കുക, വചനത്തിൽ അഭിപ്രായം പറയുക. കാരണം കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞത്, ഈ വചനത്തിൽ പണിയുന്നത് നിലനിൽക്കും, അല്ലാത്തവൻ താഴെ വീണു പോകും. ന്യായ ദിവസം ഈ വചനമാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതിന്റെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. അപ്പോ ഇവിടെ അന്ന് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്, ഏകജാതൻ ആദ്യജാതനായി തീരുന്ന ദൈവത്തിന്റെ മനോഹര പദ്ധതി. ഇതാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടതിന്റെ രക്തചുരുക്കം ഇതാണ്. ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീരുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരുമെന്നാണ് വചനം പറയുന്നത്. പക്ഷെ സാധാരണ ഞാൻ കേട്ടിട്ടില്ല ഒരു ചർച്ചിൽ ഇത് പറയുന്നതായിട്ട്. അവരെന്തോ പേടിച്ച് മിണ്ടാതിരിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് പറഞ്ഞാലും അവർ മിണ്ടില്ല, ആവർത്തിക്കത്തില്ല. എന്തോ തന്റെ കൊച്ചിനെ, ഇത് നമ്മൾ ഈ പണ്ട് ഞാൻ സിനിമ കാണുമായിരുന്നു, ഇപ്പൊ സിനിമ ഒന്നും കാണാറില്ല. ശ്രദ്ധിച്ച്, പണ്ട് സിനിമയെ കാണുമ്പോ ഈ കിഡ്നാപ്പ് ചെയ്യുന്ന ആളുകളെ കണ്ടുണ്ട്. കിഡ്നാപ്പ് ചെയ്യുന്നത് ഈ തന്റെ കൊച്ചിനെ കട്ടോണ്ട് പോയിട്ട് കൊച്ചിന്റെ കഴുത്തെ കത്തി വെച്ചിരിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കുക, ഇതാ നീ മിണ്ടിയ കൊച്ചിന്റെ കഴുത്ത് അറുത്തുകളെ. അപ്പൊ ഇവര് മിണ്ടത്തില്ല. എന്റെ കൊച്ചിന്റെ കഴുത്ത് അറുത്തു പോകും, മിണ്ടത്തില്ല. ഇതേപോലെ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും സാധാരണ ഞാൻ കണ്ടിട്ടില്ല ദേവദാസന്മാര്, അത് കത്തോലിക്ക പള്ളിയിലാകട്ടെ പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലാകട്ടെ ഏത് പള്ളിയിലാകട്ടെ, ഈ ദേവദാസന്മാർ ഇത് പറയും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചു തരണം, ഈ ബൈബിളിൽ വചനങ്ങളൊക്കെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ. കാരണം അവരുടെ സന്ദേശം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്, പുതിയായിട്ടാണ്. ഹല്ലേലൂയ, ഗ്ലോറി. അപ്പോ ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീരുമ്പോൾ അവസാനം നാം ഓരോരുത്തരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാകുകയും ദൈവ കുടുംബം അവകാശമാക്കുകയും ക്രിസ്തുവിന്റെ സഹോദരങ്ങളാകുകയും ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരുമെന്നുള്ള വിശുദ്ധ ബൈബിളിലെ വചനം സത്യസന്ധമായി പറഞ്ഞതിന് പകരം ബൈബിളിൽ എങ്ങും പറയാത്ത പല പല കാര്യങ്ങൾ, ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുക. ഒരാവശ്യവുമില്ല, അതിനെ വെച്ച് തർക്കങ്ങൾ. എന്റെ പൊന്നു സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, യേശു ക്രിസ്തു പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. എന്തുകൊണ്ട് ഇത് മനസ്സിലാകാത്തെ? നമ്മൾ ചെകിടന്മാരായതുകൊണ്ടാണോ? യേശു പറയാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗത്തിൽ കടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പിതാവിന്റെ ഇഷ്ടമാണ്. യേശുവിനെ വിശ്വസിക്കുക. യേശു ക്രിസ്തു പറഞ്ഞ ആകാശം മാറും ഭൂമി മാറി, എന്റെ വചനങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. അവിടെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ആ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ, ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ദൈവത്തിന്റെ മനുഷ്യപുത്രന്മാരായ നാം ദൈവത്തിന്റെ പുത്രന്മാരായി ജയം പ്രാപിക്കണം. വെളിപ്പാട് 23:7 പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ, അതായത് മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ജാതിയിലോ മതത്തിലോ ബന്ധക്കോസിൽ ചേരാനല്ല. മനസ്സിലാക്കുക ഇത്. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, യേശുവെ അനുഗമിക്കുക, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക. അതായത് യേശു പറഞ്ഞ വഴി സത്യവും ജീവനും ഞാനാവുന്ന എന്നിലൂടെ എല്ലാവരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ക്രിസ്തുവിലൊന്ന് അവസാനിക്കുകയാണ്. ക്രിസ്തുവിലൊന്ന് അവസാനിക്കുകയല്ല വേണ്ടത്, ക്രിസ്തുവിൽ ആരംഭിച്ച് പിതാവിൽ ചെന്ന് അവസാനിക്കണം. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ തുടങ്ങണം, എന്നിട്ട് പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരണം. അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്ക്, യഹൂദന്മാർക്കും യവനന്മാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. എഫേസ്യർ 2:18-19. അപ്പൊ വചനം കൂടാതെ ഒന്നും പറയുന്നില്ല, എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നേ. എന്തുകൊണ്ട് ദേവദാസന്മാർ നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാൻ പറ്റുന്നില്ല? ഞങ്ങളോട് പറയുന്നത് ഞാൻ പറയണ ആവർത്തിക്കണം എന്നല്ല, വിശുദ്ധ ബൈബിളിലെ സന്ദേശം ആവർത്തിക്കുക. എന്തുകൊണ്ട് പറ്റുന്നില്ല? പറ്റുന്നില്ലെങ്കിൽ ഇന്ന് മെസ്സേജ് തീരുമ്പോൾ, അല്ലെങ്കിൽ ഈ മെസ്സേജ് എപ്പോ കേട്ടോ അതിനുശേഷം മുട്ടുമടക്കിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ ദൈവദാസൻ ആവർത്തിച്ച് എന്നോട് ഇങ്ങനെ പറയുന്നു, വെല്ലുവിളിയതുപോലെ എനിക്ക് തോന്നണേ. എന്തെങ്കിലും ബൈബിളിൽ ഇല്ലാത്തത് ആ വ്യക്തി പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയിക്കണമെന്ന് വെല്ലുവിളി പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കത് പറയാനും പറ്റണില്ല. മാത്രമല്ല ഈ പറയുന്നത് എനിക്ക് ആവർത്തിക്കാനും പറ്റണില്ല. എന്റെ ദൈവമേ, എനിക്ക് എന്ത് പറ്റി എന്നൊന്ന് ചോദിക്കുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മൾ ഒരുക്കിയെടുക്കുക. അല്പസമയമേ ചോദിക്കാൻ വേണ്ടി ഈ മുട്ടും അടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊന്നും വളയത്തൂല, മടങ്ങത്തൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇപ്പോഴുള്ള ഒന്നും നിലനിൽക്കത്തില്ല. നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ അനേകായിരങ്ങൾ വന്നു പോയതാ. ഇത് നമ്മളെ കളിക്കാനായിട്ട് വേണ്ടി ദൈവം ഇറക്കി വിട്ടിരിക്കുക. ഈ സമയം ദൈവത്തെ നമ്മൾ ഈ ജഡത്തിൽ വെളിപ്പെടുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ.
ക്രിസ്തു എങ്ങനെ അത്യുന്നതനായ തന്റെ അപ്പനെ സ്വർഗ്ഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തി അതേപോലെ വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ പദ്ധതി അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തണം. അപ്പോ ആ ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണ് കർണദാസൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം. 1 തിമോത്തി 3:16 ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ നമ്മൾ ഇത് 3 ചോദ്യത്തിന് മിക്സ് ആയിട്ടായിരിക്കും ഉത്തരം കടന്നു വരാൻ പോകുന്നത്. അതൊരു മിക്സ് ആയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. എങ്ങനെയാണ് ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ ആ ഭാഗം ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. അതായിരിക്കും കുറച്ചും നല്ലത്. കാരണം ഈ വാ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആകത്തില്ല. അതുകൊണ്ട് ഒരു ഡൊമോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡൊമോയിലൂടെ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇത് ഉള്ളിലെ ഒരു ഹൗസിംഗ് പ്രൊജക്റ്റാണ്. അപ്പോ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ ഇവിടെ ചില കയ്യൊറകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഇതാ ഒരു കയ്യൊറ. ഓ ഫാദർ വി താങ്ക് യു. ഇതാ മറ്റൊരു കയ്യൊറ. ഇനി ആ കയ്യൊറ ഇടാൻ ഒരു കയ്യ്. എന്തൊക്കെയുണ്ട്? 3 ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നതാണ് നമ്മൾ പറയാൻ പോണേ. സിസ്റ്ററെ ദൈവവചനം 1 തിമോത്തി 3:16 വായിച്ചേ. 3:16. പലർക്കും ആത്മലോകത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദൈവം നമ്മളുടെ ജഡത്തിൽ വെളിപ്പെട്ടേ പറ്റൂ. അവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. 1 തിമോത്തി 3 അതിന്റെ 15-16 വായിച്ചോ. എന്തിനാണ് ദൈവം ജഡത്തിൽ ഇങ്ങനെ എഴുതുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത്, അതായത് നമ്മൾ ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ സഭയായ ദേവാലയത്തിൽ എങ്ങനെ നടക്കണം എന്നുള്ള ഉപദേശമാണ് ആ 15-16 തരുന്നത്. 15-16 വായിച്ചേ. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ അറിയണം. നീ മാത്രമല്ല, നീ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും അറിയണം സഭയിൽ എങ്ങനെ നടക്കണം. ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ സഭയിൽ എങ്ങനെ നടക്കണം. അപ്പൊ ദേവാലയമാണ് നമ്മൾ എങ്ങനെ നടക്കണം? അവിടെ പറയാണ്, ദൈവത്തെ നീ നിന്റെ ഈ ജഡത്തിൽ വെളിപ്പെടുത്തി നടക്കണം. ഇങ്ങനെയാണ് ക്രിസ്തു നടന്നത്. അതുകൊണ്ട് ക്രിസ്തു ദേഹത്തിൽ എടുക്കപ്പെട്ടു. ഇതാണ് സന്ദേശം. താഴേക്ക് വായിച്ചു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇത് ദൈവഭക്തിയുടെ മർമ്മമാണ്. ഈ മർമ്മം നമ്മൾ അറിയണം. മറഞ്ഞു കിടക്കാന്നതിന്റെ അർത്ഥം. ഇറ്റ്സ് എ മിസ്റ്ററി. ഇത് നമ്മൾ അറിയണം. ഞാൻ KJV വായിക്കാം. മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ സാറിന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ നമ്മൾ പണ്ടൊരു സ്കൈലാബ് എന്ന് പറഞ്ഞ ഒരു റോക്കറ്റ് സ്കൈലാബ് അയച്ചു. ആ നേരെ ബഹിരാകാശത്തേക്ക് അയച്ചത്. പക്ഷെ അത് നേരെ പോയിട്ട് ആ സമുദ്രത്തിൽ വന്ന് പതിച്ചു. അതേപോലെയാണ് പലപ്പോഴും മലയാളം ബൈബിളിൽ പോകുമ്പോൾ. എന്നാൽ KJV വായിക്കാം കേട്ടോ. അവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെയാണ് സാക്ഷ്യമാണ് പറയാനായിട്ട് ഇടയായത്. മലയാളത്തിലാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത്. ഇംഗ്ലീഷിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. സത്യമാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്റെ ഇംഗ്ലീഷ് KJV വായിക്കാം. കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഇതാണ് ആ മർമ്മം. എന്തിന്റെ മർമ്മം? ദൈവഭക്തിയുടെ മർമ്മം. നമ്മൾ ഭക്തരാണെങ്കിൽ ഇത് നമ്മൾ സംഭവിക്കുന്ന ഈ പറയണത് എന്താണത്? ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇങ്ങനെ വേണം ജീവിക്കാൻ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ജീവിക്കണം. എങ്ങനെ? അത് എഴുതിയിരിക്കുകയാണ്, ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മലോകത്തിൽ നീതിയായി കണക്കാക്കപ്പെട്ടു. സീൻ ഓഫ് ഏഞ്ചൽസ്. ഇങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ദൂതന്മാർ കണ്ടു. ഹല്ലേലൂയ. മലയാളം ഭാവിച്ചതൊന്നും മനസ്സിലാവില്ല. ഇനി പ്രീച്ച് ആൻഡ് ടു ദ ജെന്റൈൽസ്. ഇങ്ങനെ ദൈവം ജഡത്തിൽ, അതായത് ക്രിസ്തുവിന്റെ ജഡത്തിൽ വെളിപ്പെട്ട ഈ സംഭവം ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടു. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇനി താഴേക്ക് ബിലീവ്ഡ് ഓൺ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ അത് വിശ്വസിക്കപ്പെട്ടു. അതിവിടെ വിശ്വസിക്കപ്പെട്ടു. റിസീവ്ഡ് അപ്പ് ഇൻ ടു ഗ്ലോറി. ഇങ്ങനെ ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി ജീവിച്ച ഇമ്മാനുവലായി ദൈവം മനുഷ്യരോടുകൂടെ അങ്ങനെ ജഡത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി ജീവിച്ച ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടു. അങ്ങനെ നീയും ഞാനും ജീവിച്ചാൽ നമ്മളും
എടുക്കപ്പെടും. ഇങ്ങനെ വേണം ജീവനുള്ള ദൈവത്തിന്റെ സഭയായ ദേവാലയം, നമ്മളാണ് ദേവാലയത്തിൽ നടക്കേണ്ടത്. പ്രത്യേകം കിട്ടിയോ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ജീവനുള്ള ആലയങ്ങളാണ്. അപ്പൊ എങ്ങനെ നടക്കണം? ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി നടക്കണം. അപ്പൊ ഇത് വ്യക്തതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാ വെളിപ്പെടുന്നത്? അതായത് ഇത് ഹെവൻലി ഇന്റർഡോലിംഗ് ഹൗസിംഗ് പ്രൊജക്റ്റ് ആണ്. ഹല്ലേലൂയ. ഇന്റർഡോലിംഗ് ഹൗസിംഗ് പ്രൊജക്ട്. നിങ്ങൾ ഹൗസിംഗ് പ്രൊജക്ടുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കേൾക്കാം, ലക്ഷം വീട് കോളനി, അല്ലെ? ലക്ഷം വീട് കോളനി. ആ ലക്ഷം വീട് കോളനിയില് നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീടുണ്ടാക്കും. ആ വീട് പോലെ അനേക വീടുകൾ ഇങ്ങനെ പൊത്തി 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 അനേക വീടുകളൊക്കെ, ലക്ഷം വീട് കോളനി. അതൊക്കെ പാവങ്ങൾക്ക് സൗജന്യമായിട്ട് അല്ലെങ്കിൽ പൈസ കൊടുക്കും, കുറച്ച് പകുതി പൈസയ്ക്ക് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും. എനിക്ക് ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചേ, ഇനി ഇപ്പൊ ടൗണിലേക്കൊക്കെ വരുമ്പോ അങ്ങനെ പരത്തി 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 വീട് പണിയാൻ പറ്റുമോ? വീട് പണിയാൻ പറ്റത്തില്ല. അപ്പൊ പരത്തി പരത്തി വീട് പണിയാൻ പറ്റാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? ഒന്നിന്റെ മുകളിൽ ഒന്ന്, ഒന്നിന്റെ മുകളിൽ ഒന്ന്, ഒന്നിന്റെ മുകളിൽ ഒന്ന്, ഒന്നിന്റെ മുകളിൽ ഒന്ന്. അത് ഏത് ഹൗസിംഗ് പ്രൊജക്റ്റാ? അത് ഫ്ലാറ്റ് സിസ്റ്റം. ഹല്ലേലൂയ. ഫ്ലാറ്റ് ഡോലിംഗ് സിസ്റ്റം. ഹല്ലേലൂയ. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മോനെ കം, എന്റെ ബാഗ് നിർത്തേ, അത് ഓഫ് ചെയ്യേ, ആ ബാഗ് നിർത്തേ. ശ്രദ്ധിച്ചേ, സോറി കേട്ടോ. ഓക്കെ, ഇവിടെ ഡൊമയ്ക്ക് വേണ്ടിയുള്ള കാര്യം പ്രിപ്പയർ ചെയ്യാം, അത് ഓഫ് ചെയ്യാം. ബാഗ് ശ്രദ്ധിച്ചേ, ഹൗസിംഗ് പ്രൊജക്ട് അത് ഭൗതിക ഹൗസിംഗ് പ്രൊജക്റ്റാ. എന്നാൽ ഇവിടെ ഞാൻ പറയുമ്പോൾ കേട്ടോ, ഇവിടെ ഈ സാധനം എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് കാണിച്ചു തരാത് ഹെവൻലി ഹൗസിംഗ് പ്രൊജക്ട്. അതായത് ആത്മമണ്ഡലത്തിലെ ദൈവം തന്റെ ഭവന നിർമ്മാണത്തിലാണ് ഇപ്പോ. ഹല്ലേലൂയ. അങ്ങനെ നാം അവസാനം ദൈവത്തിന്റെ ഭവനമായി തീരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തില് അതിന്റെ 20, 21, 22 നമ്മൾ വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന അവസാനം നാം ദൈവത്തിന്റെ ഭവനമായി തീരും. അപ്പൊ ഇങ്ങനെയായി തീരണ്ടേ നമുക്ക്? അല്ലാതെ എന്റെ ഡിനോമിനേഷൻ എങ്ങനെയാ പറയണേ, നിന്റെ ഡിനോമിനേഷൻ ഇങ്ങനെയാ പറയണേ, അങ്ങനെയൊന്നും അതൊന്നും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. വചനത്തിൽ ദൈവം എന്ത് ചെയ്യുന്ന ആദ്യം മനസ്സിലാക്കി. നമ്മൾ ദൈവത്തിന്റെ ഭവനമായി തീരണം. ഇറ്റ്സ് എ ഹൗസിംഗ് പ്രൊജക്ട്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് സിസ്റ്ററെ, ആ ഭവനത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അതിൽ അവസാനം വസിക്കേണ്ടത് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു. നമ്മൾ ഒരുമിച്ച് ഒരു ഭവനമായി തീരണം. ഹല്ലേലൂയ. 2:20, 21, 22 വായിച്ച്. എഫേസ്യ ലേഖനം 2:20, 20, 21, 22. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ചു പണിതു വരുന്നു. കണ്ടോ? ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആര് വസിക്കുന്നു? ഈ അത്യുന്നതമായ സ്വർഗ്ഗസ്ഥ പിതാവ് നമ്മളിൽ വസിക്കണം. അതിന്റെ അടിസ്ഥാനം, ആ വീടിന്റെ അടിസ്ഥാനം ആരാ? ക്രിസ്തു. ക്രിസ്തു എന്ന മൂലക്കല്ലിലാണ് അപ്പസ്തലന്മാരും പ്രവാചകന്മാരുടെ വെളിപ്പെടുന്ന ദൈവവചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനും പണിയപ്പെട്ട അവസാനം സ്വർഗ്ഗസ്ഥ പിതാവ് നമ്മൾ വസിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാ, തള്ളിക്കളഞ്ഞ ഭവനമായി മാറും. നമ്മൾ തള്ളിക്കളഞ്ഞ ഭവനം. അങ്ങനെ ആകരുത്. ദൈവത്തിന് നിവാസമായി നമ്മൾ മാറണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഡോമോ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മള് ലക്ഷം വീട് കോളനിയെ കുറിച്ച് കേട്ടു. ലക്ഷം വീട് കോളനിയെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. ഓ ഫാദർ, ആ പുസ്തകത്തെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. എന്നാൽ ദൈവരാജ്യത്തിലെ ഡോലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹെവൻലി ഇന്റർഡോലിംഗ് ഹൗസിംഗ് സിസ്റ്റമാണ്. അതായത് ഒന്നിന്റെ ഉള്ളിൽ അങ്ങനെയാണ് അവിടെ വസിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി. അതായത് സ്വർഗസ്ഥ പിതാവിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കും, ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ വസിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ആ ഹൗസിംഗ് സിസ്റ്റം. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ.
അപ്പോ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു 3 റിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 റിങ്ങില് ഫസ്റ്റ് റിങ് ഇതാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവ്. ഇനി സെക്കൻഡ് റിങ് അതിനേക്കാൾ അല്പം കൂടി ചെറുതാണ്. ഇനിയിപ്പോ ആരും ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഇനിയിപ്പോ വചനം ഇല്ലെന്നുണ്ടെങ്കിൽ യോഹന്നാൻ 14:28 അവസാനം കേട്ടോ. ഹല്ലേലൂയ. ഇനി അപ്പൊ തന്നെ യോഹന്നാൻ 10 യേശു ക്രിസ്തു പറയുന്നുണ്ട്, എന്റെ നിങ്ങളെ എനിക്ക് തന്ന എന്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവരല്ലോ. പിതാവിന്റെ എന്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം എന്റെ പിതാവ്, നിങ്ങളെ തന്ന പിതാവ് എല്ലാവരെക്കാളും വലിയതാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. അപ്പോ എല്ലാം സ്ക്രിപ്ചർ പ്രകാരം സംസാരിക്കും. അപ്പൊ ഇതാ ഇത് ക്രിസ്തു, ഇത് സ്വർഗസ്ഥ പിതാവ്. ഇവരെങ്ങനെയാണെന്ന് അറിയാമോ വസിക്കണേ? ശ്രദ്ധിച്ചേ, ഞാൻ ഈ റിങ് ഒന്നിന്റെ ഉള്ളിലാക്കാൻ പോവാ. ഇതാണ് ഹെവൻലി ഇന്റർഡോളിംഗ് ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം. കണ്ടോ? പിതാവിന്റെ ഉള്ളിൽ ക്രിസ്തു, ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവ്. നോക്കിയേ, ഇതാണ് ഹൗസിംഗ് സിസ്റ്റം. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ. കണ്ടോ? രണ്ടോ ഉള്ളിന്റെ ഉള്ളിലല്ലേ. പക്ഷെ ഇതാ വേറൊരു റിങ്, ഇത് അതിനേക്കാളും ചെറുതാണ്. ഇതാ നമ്മള് മനുഷ്യര്. ഇവരാണ് ഇനി ദൈവപുത്രന്മാരാകുമ്പോ ഉണ്ടാകും. ഹല്ലേലൂയ. ഈ മനുഷ്യരുടെ കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ ഹൗസിംഗ് പ്രോജക്റ്റിലില്ല. സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും ഒന്നാണ്, പക്ഷെ നമ്മൾ അവരിൽ ഒന്നല്ല. ഇവർ ഇന്റർലോക്കിംഗ് ഹൗസിംഗ് പ്രോജക്റ്റാ. ഹല്ലേലൂയ. ഇനി നമ്മളും കൂടി ഇതിൽ ഒന്നായി തീരണം. അപ്പോഴാണ് നാം ഈ ദൈവത്തിന്റെ ഭവനമായി നമ്മൾ. ഇത് ലക്ഷം കോടി വീട് കുറഞ്ഞ ഫ്ലാറ്റ് സിസ്റ്റം അല്ല, ഹെവൻലി ഇന്റർഡോളിംഗ് ഹൗസിംഗ് പ്രൊജക്റ്റ്. അപ്പൊ ഇത് എവിടെ എഴുതിയേക്കണം നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്കറിയാം, ഇതാ യോഹന്നാൻ 10:30 യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. പക്ഷെ നമ്മള് മനുഷ്യർ ഒന്നല്ല. അത് ഞാനും പിതാവ് ആളാണെന്നല്ല പറഞ്ഞേ. ഇന്ന് പലരും അതും വെച്ചുകൊണ്ട് യേശുവും പിതാവ് ഒരാളെന്ന് പറഞ്ഞ് നടക്കും. യേശു ക്രിസ്തു പറയണേ ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ. നോക്കിയേ, കണ്ടോ? ഒന്നായി കിടക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർന്നാലോ? നമ്മളും പിതാവും കൂടി ഒന്നായി. എങ്ങനെ? യേശുവിലൂടെ. ഹല്ലേലൂയ. അപ്പോ ഇത് നമ്മൾ വ്യക്തതയോടെ പഠിക്കണം. അല്ലാതെ ഞാനും പിതാവ് ഒന്നാന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്തിട്ട് പോയിട്ട് ഒരു ഡിനോമിനേഷൻ ഉണ്ടാക്കുകയല്ല വേണ്ടത്. യേശുവാണ് പിതാവ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് യേശു നാമം ഒരു ഡിനോമിനേഷൻ. അങ്ങനെയല്ല. താഴേക്ക് നമ്മൾ വായിക്കണം. അതിന് താഴേക്ക് വരുമ്പോ യേശു ക്രിസ്തു പറയുന്നുണ്ട്, യോഹന്നാൻ 17:11, 21, 23, യോഹന്നാൻ 14:20 ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു സംഭവം. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളോട് ഒന്നായി തീരണം. അപ്പൊ 17:11 വായിച്ചത് യോഹന്നാൻ 17:11. അതിനും കൂടെ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഞാൻ പറയുന്ന ബൈബിളല്ല വിശ്വസിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ തന്നെ വിശ്വസിക്കണം. യോഹന്നാൻ 17:11, 21, 23 മൂന്നും വായിക്കേണ്ടതാണ്. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവർ നമ്മെ പോലെ ഒന്നാണ്. മനസ്സിലായോ? അപ്പൊ അവർ മാത്രമല്ല ഒന്നാകേണ്ടേ, നമ്മളും കൂടെ അതിലൊന്ന്. ഹല്ലേലൂയ. ഇനി അതിന്റെ 21 വായിച്ചേ. 21 17:21. ആ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. പിതാവേ, കണ്ടോ? ശ്രദ്ധിച്ചേ, പിതാവേ. യേശു പറയാണ്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആവുന്നത് പോലെ അവർ നമ്മിലാകണം. കണ്ടോ? അങ്ങനെ അവരും കൂടെ നമ്മളിൽ ഒന്നാകണം, ഒരു കുടുംബമായി തീരണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്രൊജക്റ്റ്. ഇത് ബൈബിളിലെ പറയുന്നത്. നമുക്കിത് ആവർത്തിക്കുന്നതിന് എന്താണ് പ്രയാസം? ഹല്ലേലൂയ. ഇതാ പഴയകാല ഞാൻ കണ്ട സിനിമയിൽ പോലും നമ്മുടെ കുഞ്ഞിന്റെ കഴുത്തില അല്ലെങ്കിൽ കത്തി വെച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ ഉടനെ കത്തി മുറിക്കും. ആവർത്തിക്കുന്നേ. ബൈബിൾ പറയുന്നത്, വചനം പറയുന്ന ആവർത്തിക്കുക. പാരമ്പര്യം ആവർത്തിക്കാതെ വചനം ആവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഒന്നാകണമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അതിന്റെ 23 വായിച്ച് 2-3 പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യം നമുക്ക് ഉറപ്പാക്കാം. ഇനി അതിന്റെ 23 വായിച്ച്. ഹല്ലേലൂയ. ദാ അത് വായിക്കുമ്പോ ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറ്റും കേട്ടോ.
മനുഷ്യരുടെ നീ കൂടി എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യമത്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇതിനേക്കാളും കൂടുതൽ യേശു പറഞ്ഞു തന്നാൽ യേശുവിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. യേശുവിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ യേശുവിന്റെ ശിഷ്യന്മാരെ? യേശു പറയുന്ന ആവർത്തിക്കാൻ പറ്റുന്നുണ്ടോ യേശുവിന്റെ ശിഷ്യന്മാരെ? അല്ലെങ്കിൽ ഈ പണി നിർത്തുന്നത് നല്ലത്. യേശു പറയുന്ന ആവർത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പണി നിർത്തുന്നത് നല്ലത്. അല്ലെങ്കിൽ മറ്റൊരു യേശു ആയിരിക്കും അത്. യേശു പറയാണ്, ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. കണ്ടോ? ഒന്നാകണം. ആയിട്ടില്ല, ഒന്നാകണം. ഹല്ലേലൂയ. യേശു പറയാണ്, പിതാവേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ഈ സാജു ബ്രദറിനെയും ഈ തുമ്മ ബ്രദറിനെയോ ഈ മേരിക്കുട്ടിയെയും സ്നേഹിക്കുന്നത് അവരൊന്ന് അറിയണം. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാ. ശ്രദ്ധിക്കുക. അങ്ങനെ എങ്ങനെയാകണം നോക്കിയേ, ഇവിടെ നോക്കിയേ, കാണാതിരിക്കരുത്, കണ്ണടച്ചിരിക്കരുത്, കണ്ണു തുറക്കരുതേ. അകത്ത് പറയുമ്പോ ഒന്നാകണം. കണ്ട നോക്കിയേ, എല്ലാം കൂടി ഒന്നായില്ലേ? ഇതാണ് ഒരു കുടുംബം, ഇതാണ് ദൈവ പദ്ധതി. ഈ പദ്ധതിയിൽ നാം എത്തിക്കഴിഞ്ഞാൽ ഈ യേശു ക്രിസ്തു എന്ന ഏകജാതൻ, അതെ, ക്രിസ്തു എന്ന ഏകജാതൻ ആദ്യജാതനാകുകയും നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരങ്ങളും കൂട്ടവകാശികളുമായി തീരും. ആത്മീയമായി പിതാവ് ക്രിസ്തുവിലൂടെ നമ്മളെ ജനിപ്പിച്ചതായതുകൊണ്ട് ക്രിസ്തു നമ്മുടെ പിതാവായിരിക്കും. ഏത് പിതാവ്? നിത്യപിതാവ്. ഈ ക്രിസ്തുവിനും നമുക്കും ഒരു പിതാവ് ഉണ്ടാകും. ആ പിതാവാണ് സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവ് ഒന്നേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം മറിയയോട് പറയുന്നത്, മറിയേ, ഞാൻ എന്റെ പിതാവ്, യോഹന്നാൻ 20:17, ഞാൻ എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. ഈ ആക്ഷൻ കണ്ടോ? ആക്ഷൻ കണ്ടില്ലെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല. എന്റെ പിതാവും നിങ്ങളുടെ പിതാവ്, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയതിന്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു. ഇത് എന്തുകൊണ്ടാണ് ഒരു ചർച്ചിൽ പ്രസംഗിക്കാതെ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. യേശു പറഞ്ഞത് നുണയാണോ? എന്തുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റാത്ത? ആരെങ്കിലും നിങ്ങളുടെ കൊച്ചിന്റെ കഴുത്തേല് കത്തിവെച്ചിരിക്കുക? ഹല്ലേലൂയ. യേശു പറഞ്ഞത് പ്രസംഗിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോണേ എന്തിനാന്നേ? ഹല്ലേലൂയ. അതായത് യേശു പറഞ്ഞത് ഞാനും പിതാവ് ഒന്നാണ്, അത് മാത്രം കട്ട് ചെയ്ത് എടുത്തോണ്ടോ യേശുവാണ് പിതാവ് എന്ന് പറഞ്ഞ ഒരു ഡിനോമിനേഷൻ. തനിക്ക് വായിക്കേ, യേശു ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വചനേ ഉള്ളൂ. സത്യമാണത്. ബാക്കി പറയുന്ന വചനങ്ങളൊക്കെ യേശു പറയുന്നത് ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണമെന്നാ. ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നെ തിരുത്ത്, ബൈബിളിലെ വചനമായിട്ട് വന്നിട്ട്. ഹല്ലേലൂയ. അല്ല എങ്കിൽ ഈ വചനപ്രകാരം പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ മരണം നമ്മളെ മാറ്റുന്നതിന് മുമ്പ്, അഗ്നികുണ്ഡത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വചനം കേട്ട് നാം മാറ്. ദൈവദാസന്മാരോട് പ്രത്യേകം പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ പണിയാ ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 1 തിമോത്തി 3:1 പറയുന്നത്, ഒരുവിന് അധ്യക്ഷ സ്ഥാനം ആഗ്രഹിച്ചാൽ നല്ല പേരെ ആഗ്രഹിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും അപകടം പിടിച്ച പണിയാണ് നാം ചെയ്യുന്നത്. യാക്കോബ് 3:1 പറയുന്നു, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ പാസ്റ്റർമാർ, അച്ഛന്മാർ, സുവിശേഷകന്മാർ ആകരുത്. ഉപദേഷ്ടകന്മാർ ആകരുത്. അധികം ശിക്ഷാവിധി. ഈ പറയുന്ന തെറ്റാണെങ്കിൽ ദൈവം എന്നെ തിരുത്തുന്നേ, അല്ലെങ്കിൽ ആവർത്തിക്ക്. നിങ്ങൾ ആരെയാ പേടിക്കണേ? ഹല്ലേലൂയ. ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ എത്ര മുറുകെ പിടിക്കാൻ ശ്രമിച്ചാൽ ഈ ജീവൻ നിൽക്കത്തില്ല, ഈ ജീവൻ പോകും. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ ഈ ജീവനെ എനിക്കായി, യേശുവിനായി കളഞ്ഞാൽ ആ ജീവനെ നിങ്ങൾ കണ്ടെത്തും. ധൈര്യമായി മുന്നോട്ടേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ പലർക്കും പേടിയാ, ഇവിടെ സപ്പോർട്ട് നിന്ന് പോകും. പലർക്കും പേടിയാ, അടുത്ത പ്രസംഗത്തിന് ഞങ്ങൾ വിളിക്കത്തില്ല. ഹല്ലേലൂയ. ധാരാളം പേര് പ്രസംഗത്തിന് വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വമാണ് പിന്നെ പൗരുഷൻ ടിവിയിലെ ഷെയർ ഹോൾഡറാണ്. ഹല്ലേലൂയ. എന്നാൽ സത്യം പറഞ്ഞപ്പോ ഇതൊക്കെ വിട്ടിട്ട്, ആരും വിളിച്ചില്ലേലും ഇതൊക്കെ വിട്ടിട്ട്, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ സത്യത്തിനോട് നിലനിന്നു. എന്റെ കൂടെ ഉള്ളവരെ, ഇതാ പൗരുഷൻ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ട സത്യമാണ്. കാരണം കർത്താവ് യേശു സത്യ താല്പര്യമായവരൊക്കെ എന്റെ വാക്ക് കേൾക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ,
ഈ ലോകത്തെ യേശു സത്യത്തിന് സാക്ഷ്യം പോലെ സത്യത്തിന് സാക്ഷ്യം നൽകും. നിങ്ങൾ ഭയപ്പെടരുത്, ധൈര്യമായിട്ട്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ പേരാണ് ഹെവൻലി ഇന്റർലോണി ഹൗസിംഗ് സിസ്റ്റം. അപ്പൊ എത്ര വചനം വായിച്ചു? 3 വചനം ഓൾറെഡി വായിച്ചു. യോഹന്നാൻ 14:20 വായിച്ച സിസ്റ്ററെ. വചനം കൂടാതെ നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇത് നമുക്കിത് അറിയത്തില്ല. എന്നാൽ നിങ്ങളിത് അറിയണം. നിങ്ങളിത് അറിയണം. അതായത് ക്രിസ്തു പിതാവിലും നമ്മൾ ക്രിസ്തുവിലുമാണെന്നുള്ള വിവരം, അതുവഴി നമ്മളും പിതാവുമായി ക്രിസ്തുവിനോട് ഒന്നാകുമെന്നുള്ള വിവരം നമ്മൾ അറിയണം. ഒരു കുടുംബമായി ഗോഡ് ക്ലാസ്സിലേക്ക് നമ്മളെ മാറ്റുകയാണ്. ഏലോഹി ക്ലാസ്സിലേക്ക് നമ്മളെ മാറ്റുകയാ. അതുകൊണ്ടാ ക്രിസ്തുവിന്റെ സഹോദരനും കൂട്ടവകാശികളുമാകുന്നത്. ആദത്തിൽ നമ്മൾ എലോഹി ക്ലാസ് അല്ല, നാം വീണുപോയി. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തുവിന് അനുരൂപമായി നമ്മളെ മുൻ നിയമിച്ചിരുന്നു. വചനങ്ങൾ വീണ്ടും വായിക്കും. ഹല്ലേലൂയ എന്ന് വായിച്ചു 14:20. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞ കേട്ടോ. ഒന്നൊരു വായിച്ച സിസ്റ്ററെ. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും. ഇത് നോക്കിയേ, യേശു പറയുന്നത് ഞാൻ എന്റെ പിതാവിലും പിന്നെ നിങ്ങൾ എന്നിലും. നിങ്ങൾ എന്നിലും. നോക്കിയത് നിങ്ങൾ എന്നിലും എന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അന്നാളിൽ നിങ്ങൾ അത് അറിയും. ഇപ്പൊ എത്ര വചനം നിങ്ങൾ വായിച്ചു? 2 3 പേരുടെ സാക്ഷ്യങ്ങളെ എതിരെ ഉറപ്പാക്കിക്കൂടെ? ഇപ്പൊ 4 വചനം വായിച്ചില്ലേ? 2 മതി ഉറപ്പാക്കാൻ. ഇപ്പൊ 4 തന്നില്ലേ? ഇനിയെങ്കിലും ഉറക്കുക. അടുത്ത സന്ദേശത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മാറാം. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇതാണ് ഹെവൻലി ഇന്റർലോണിംഗ് ഹൗസിംഗ് പ്രൊജക്ട്. സ്വർഗസ്ഥ പിതാവും നമ്മൾ ഇവിടെ ക്രിസ്തുവിൽ ഒന്നായി. എല്ലാം ഒന്നിന്റെ ഉള്ളിൽ ഒന്ന്. ഹല്ലേലൂയ. ക്രിസ്തു പറയുന്നു തന്റെ തലയായ ക്രിസ്തുവിന്റെ തല പിതാവ്, തന്റെ തലയായ പിതാവിനെ കൂടാതെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ 5:19, യോഹന്നാൻ 5:30 വചനം കൂടാതെ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഇതാണ് 5:19 വായിച്ച സിസ്റ്ററെ. ഒരു വചനം വായിക്കാം, 30 നമുക്ക് പിന്നെ വായിക്കാം. Oh Lord, I love you. Father, we thank you, we give you glory. Love you, Dad. ആദ്യം യേശുവിനോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തെന്ന് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്ന കാണുന്നതല്ല പുത്രന് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പിച്ചോ പറയണേ. ഇനി നമുക്ക്, അതായത് പുത്രന്റെ തല ക്രിസ്തുവിന്റെ തല അത്യുന്നതനായ ദൈവം. ക്രിസ്തുവും ദൈവത്തിന്റെ ക്ലാസ് തന്നെ. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ വളർന്ന് ജയം പ്രാപിച്ചാൽ നമ്മളും അതേ ദൈവത്തിന്റെ ക്ലാസ് ആകും. പക്ഷെ ആരും അത്യുന്നതനായ ദൈവമാകത്തില്ല, ദൈവത്തിന്റെ മക്കളാകും. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി ക്രിസ്തു യോഹന്നാൻ 15 പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ഞാനാ, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 15 വന്നേ. യോഹന്നാൻ 15 വരുമ്പോ ഇതാ ക്രിസ്തു പറയാണ്, ഓ ലോർഡ് ഐ ലവ് യു. ഓ ഫാദർ വി താങ്ക് യു. ലോർഡ് ഐ ലവ് യു. അതിന്റെ 4-ാം വാക്യം വായിച്ചു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പോ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതായത് നമുക്ക് ക്രിസ്തുവിനെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റത്തില്ല. ക്രിസ്തുവിന് സ്വർഗസ്ഥ പിതാവിനെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റത്തില്ല. എല്ലാം ഒന്നൊന്ന. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ വസിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് ക്രിസ്തു വെളിപ്പെടുത്തിയതുപോലെ തന്നെ സ്വർഗസ്ഥ പിതാവിനെ ആയിരിക്കും. ശരീരം ആരെയെ വെളിപ്പെടുത്തുന്നത്? തലയല്ലേ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. നമ്മൾ ബോഡിയാണ്, ക്രിസ്തു നമ്മുടെ തലയാണ്. സഭയുടെ ഓർഡറാണ്. സഭയുടെ തല ക്രിസ്തു. കൊളോസ്യർ 1:18 സഭയുടെ തല ക്രിസ്തു. ഇനി ക്രിസ്തുവിന്റെ തല അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. 11:3. അപ്പോ ശ്രദ്ധിച്ചേ, ഇതെല്ലാം ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. ഇനി അത് മനസ്സിലായെങ്കിൽ കുടുംബത്തിൽ സ്ത്രീയുടെ തല പുരുഷൻ. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിക്കോളണം. ഇതാണ് സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറയാനായിട്ട് ഇടയായത്. കാരണം അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു കുടുംബത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ കാരണഭൂതൻ, സ്ത്രീ മുഖാന്തരം. പുരുഷൻ സ്ത്രീ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കും. ഇനി ശ്രദ്ധിച്ചേ, ഇതിന്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SVJ മെസ്സേജസ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. SVJ ഷാജി വെമ്പനാട്ട് ജോസഫ് ഒരു സ്പേസ് ഇട്ടിട്ട് മെസ്സേജസ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനേക സന്ദേശങ്ങളുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഷാജി ജോസഫ് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ v.o.g
ആ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ധാരാളം സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാനിടയാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് www.kingdommessages.com, അതിൽ ഈ സന്ദേശങ്ങൾ മാത്രമല്ല ധാരാളം പല ഡെയിലി ബ്രെഡ് മെസ്സേജസും നമ്മുടെ പുസ്തകങ്ങളൊക്കെ സൗജന്യമായിട്ട് വായിക്കാനായിട്ട് കഴിയും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഒരു കേസ് കേട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നതിന് ആ ഇന്റർലിങ്ക് സിസ്റ്റമാണ് നാം കാണിച്ചത്. ഇതെല്ലാം ഒരു ഒന്നാ. നമ്മുടെ സ്വർഗസ്ഥ പിതാവും കൂടി ക്രിസ്തു ഒന്നായി തീർന്നു. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഞാൻ ആദ്യം കാണിച്ചല്ലോ, ഇത് ഗ്ലൗസ് ആണ്. ഈ ഗ്ലൗസ് ഇടാൻ പോകുന്ന ഒരു കൈയാണ്. ഈ കൈ ഇത് അതിന്റെ വലത് കൈയിൽ ഇടാൻ പോവാണ്. ഈ വലത് കൈയാണ് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ സങ്കല്പിക്കുക. ഓക്കെ, ഇനി ഒരു വൈറ്റ് ഗ്ലൗ. ഈ വൈറ്റ് ഗ്ലൗ റെപ്രസെന്റ് ചെയ്യുന്നത് ക്രിസ്തുവിനെ. ഇതാ ഒരു ബ്ലാക്ക് റെഡ് ഗ്ലൗ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെ, മനുഷ്യരെ. ശ്രദ്ധിച്ചോട്ടോ, ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നത് കാണണ്ടേ? ശ്രദ്ധിച്ച് ഞാനിത് ഇടാം. ചിലപ്പോൾ കീറിപ്പോവും, എന്റെ കൈക്ക് പാകമാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഓക്കെ, കൈ അനങ്ങനെ ഉണ്ടോ? കൈ അല്ലല്ലോ അനങ്ങിയ, ഗ്ലൗ അനങ്ങനെ ഉണ്ടോ? ഗ്ലൗ അനങ്ങിയത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടായിരിക്കും സിസ്റ്റർ ഈ ഗ്ലൗ അനങ്ങണേ? കൈ അനങ്ങുന്നുണ്ട്. ഓ, അപ്പൊ കൈ ആരാ? സ്വർഗത്തിലെ പിതാവ്. സ്വർഗത്തിലായി. ഇതാ ഗ്ലൗ ആരാ? ദൈവപുത്രനായ ക്രിസ്തു, പുത്രനായ ക്രിസ്തു. അപ്പോ സ്വർഗസ്ഥ പിതാവ് എന്ത് ചെയ്യുന്നു? ക്രിസ്തു പറയാണ്, അത് തന്നെ ഞാനും ചെയ്യുന്നു. എന്ത് പറയുന്നു അത് തന്നെ ഞാനും പറയുന്നു. അതാ യേശു ക്രിസ്തു പറഞ്ഞേ. അതാണ് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തും എന്ന് പറയുന്നത്. പുത്രൻ, ഇതാണ് യോഹന്നാൻ 1:18 പറയണേ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇതല്ല, ഈ കയ്യെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ ആരെയാ കാണുന്നേ? പുത്രനെ കാണുന്നേ, ഗ്ലൗവിനെ കാണുന്നേ അല്ലേ? അപ്പൊ ഗ്ലൗ ആരെയാ വെളിപ്പെടുത്തുന്നേ? അകത്തുള്ള ജീവനുള്ള കയ്യെയാണ് വെളിപ്പെടുത്തുന്നത്. ജീവനുള്ള കയ്യെ ഗ്ലൗ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18 വായിച്ച സിസ്റ്റർ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ തന്റെ നാറിലിരിക്കുന്ന പുത്രൻ ആരെ വെളിപ്പെടുത്തുന്നു? ആ ആത്മാവാകുന്ന ദൈവത്തെ, പിതാവിനെ വെളിപ്പെടുത്തുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കേട്ടോ? അപ്പോ ഈ കയ്യെ നിങ്ങൾക്ക് കാണാൻ വയ്യ, പക്ഷെ നിങ്ങൾക്ക് ഗ്ലൗ കാണാം. ഗ്ലൗവിലൂടെ നിങ്ങൾ എന്നാ ശരിക്കും കാണുന്നേ? കയ്യല്ലേ? കൈയുടെ പ്രവൃത്തിയല്ലേ? കൈയുടെ പ്രവൃത്തിയാണ് ഗ്ലൗവിലൂടെ കാണുന്നത്. ഇതാണ് യോഹന്നാൻ 14:14 ശിഷ്യന്മാർ ചോദിച്ച ഒരു, ഫിലിപ്പോസ് പ്രത്യേകം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരാൻ, പിതാവിനെ കാണിച്ചു തരാൻ. യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഇതാ എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം എന്നിട്ട് അതിന്റെ 10 പറയാം, 14:10 പറയാണ്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഈ ഗ്ലൗവിനോട് പറയാണ് മുമ്പിലുള്ള, ഞങ്ങൾക്ക് കയ്യെ കാണിച്ചു തരണം. അപ്പോ ഗ്ലൗ പറയാണ്, ഇതാ എന്നെ കാണുന്നവൻ കയ്യെ കണ്ടിരിക്കുന്നു. ഇവിടെ ദൈവത്തിന് ഈ ഗ്ലൗവും ഈ കയ്യും രണ്ടും ജഡമാണ്. പക്ഷെ ദൈവത്തിന്റെ കേസിൽ അങ്ങനെയല്ല. യേശുക്രിസ്തു ഇവിടെ ജഡത്തിന് വന്നത്. ദൈവം ആത്മാവാ. ആത്മാവാകുന്ന ദൈവത്തെ യേശുക്രിസ്തു എന്താ ചെയ്തേ? ജഡത്തിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതെ, ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതാണ് കർത്താവ് എല്ലാം ഈ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം, ബൈബിളിന്റെ ഏറ്റവും അവസാനം വന്നപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്നറിയാമോ? 1 യോഹന്നാൻ 4:12. ഇതാ അബ്രഹാം കണ്ടു, മോശ കണ്ടു, പിന്നെ ചിലര് ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം യോഹന്നാൻ, ഇതാ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്ന യോഹന്നാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തന്റെ ലേഖനം എഴുതുമ്പോ പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഒന്ന് വായിച്ചു സിസ്റ്ററെ. ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല,
നാം അന്യോന്യം സ്നേഹിക്കുന്നു. നാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ട് ഇത് എത്രാമത്തെ ബൈബിളിൽ അവസാനം എല്ലാം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം എഴുതിയ ആ യോഹന്നാൻ ലേഖനം എഴുതുമ്പോ പറയാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, അന്ന് യേശു പറഞ്ഞു ഞങ്ങൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും, അന്ന് ഞങ്ങൾ കണ്ടതാണ് എന്ന് പറയാമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തോമസ് പറഞ്ഞു എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളവേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം പറയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അബ്രഹാം കണ്ടു, മോശ കണ്ടു, ഇതെല്ലാം കണ്ടു. അപ്പൊ ഇത് നമ്മൾ വ്യക്തതയോടെ അറിയണം. യേശു വ്യക്തതയോടെ പറഞ്ഞു ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവത്തെ ജഡ മനുഷ്യർക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ നമ്മൾ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം നമ്മളെ ആത്മാവിൽ ദൈവം ഒരുക്കിയെടുക്കുകയാണ് വിശുദ്ധിയോടെ. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ഇറ്റ്സ് എ പ്രോമിസ്. അതിലേക്ക് എത്തിച്ചേരുകയാണ്. യോഹന്നാൻ 14:10 വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറയുന്നു എങ്ങനെയാണ്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച്. യോഹന്നാൻ 14:10 വായിച്ച സിസ്റ്റർ, 14:10. പിതാവ് ഇപ്പൊ കയ്യോറ് പറയാണ് ഈ കയ്യ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. ഇതുപോലെ ആത്മാവാകുന്ന അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് തന്റെ ഉള്ളിൽ വസിച്ച്, തന്റെ ആത്മാവിലൂടെ ഉള്ളിൽ വസിച്ച് തന്നോട് പ്രവർത്തിക്കുന്നു. വായിച്ചേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. കേട്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല പറയുന്നത്, പിതാവ് എന്നിൽ വസിക്കുന്നു. എങ്ങനെ? തന്റെ ആത്മാവിലൂടെ. എന്നിട്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു. എന്നെ കാണുന്നവൻ ക്ലൗവെ കാണുന്നവൻ കയ്യെ കാണുന്നു. യേശുവിന്റെ ജഡത്തെ കാണുന്നവൻ ആത്മാവാകുന്ന പിതാവിനെ കാണുന്നു. സിമ്പിൾ. അതാണ് യേശു പറഞ്ഞത്. എന്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? നോക്കിയേ, ഈ കയ്യറയുടെ ഉള്ളിൽ ആര് വസിക്കുന്നു? കൈ വസിക്കുന്നുണ്ടോ? ഇതുപോലെ യേശു പറയണേ എന്റെ ഉള്ളിൽ അദൃശ്യനായ പിതാവ് തന്റെ ആത്മാവിൽ വസിക്കുന്നു. ഇവിടുത്തെ കിട്ടിയ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോട്ടെ, നമ്മളുടെ സ്റ്റേജിലേക്ക് പോട്ടെ. നമ്മളിവിടെ ചാകം കിടക്കുകയല്ല, അതുണ്ടോ ചാകം കിടക്കുക, എല്ലാത്തിനും മരണം കൊണ്ടുപോകാൻ കിടക്കുക. എന്തുകൊണ്ടാണ് നാം മരിക്കണേ? സിമ്പിളാ, ദൈവം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട്. എന്താ മരണത്തിന്റെ പരിഹാരം? ദൈവം നമ്മുടെ ഉള്ളിൽ വന്നാൽ മതി, മരണത്തിന് പരിഹാരമായി. സിമ്പിളാ. എന്തുകൊണ്ടാണ് ആദം ദമ്പതികൾ മരിച്ചേ? ഏദനില് അവർ പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാതെയായി, മരിച്ചു. അപ്പൊ ദൈവതേജസ് മടങ്ങി വന്നാലോ? മരിക്കണ്ട. സിമ്പിളാണ്. ഇതിന്റെ ഉള്ളിൽ നീ കയറിയാൽ മതി, ഞാനും നീയും മരിക്കണ്ട. ശ്രദ്ധിച്ചു കൊള്ളുക, ശ്രദ്ധിച്ചു കേൾക്കുക. ഹൗസിംഗ് സിസ്റ്റം ഒന്ന് ശ്രദ്ധിച്ചേ. ദാ ക്രിസ്തുവിനുള്ളിൽ പിതാവ്. നമ്മൾ നേരത്തെ കണ്ട കേട്ടോ. ഈ ചങ്ങലയിലേക്ക് നോക്കിയേ. ഈ ചങ്ങലയിലേക്ക് നോക്കുമ്പോ സ്വർഗസ്ഥ പിതാവ്, സ്വർഗസ്ഥ പിതാവിന്റെ ഉള്ളിൽ ക്രിസ്തു, ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ. നേരത്തെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് മരിച്ചു പോണേ. ഇവിടെ മരിക്കേണ്ട ആവശ്യമില്ല. ഇനി ശ്രദ്ധിക്കുക. ഇതാ കയ്യുടെ മുകളില് വെളുത്ത ഗ്ലൗവിന്റെ മുകളിൽ ഇത് ധരിക്കാൻ പോവാ. ഈ കൈ ആരാ? സ്വർഗസ്ഥ പിതാവ്. വെളുത്ത ഗ്ലൗ ആരാ? കർത്താവായ യേശു. ഇനി നമ്മള് നോക്കോട്ടോ, ഇങ്ങനെ നിന്നാൽ നമുക്ക് മരണമുണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആലയമായി മാറി നമുക്ക് മരിക്കുന്ന. ഹല്ലേലൂയ. കാരണം ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ മരണമില്ല. നോക്കിക്കൊള്ളുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഈ ലോക ജീവിതത്തിൽ ഇപ്പൊ എന്താ ചെയ്തേ? സ്വർഗസ്ഥ പിതാവ് തലയായ ക്രിസ്തുവിനെ നാം ധരിച്ചു, നമ്മുടെ തലയാക്കി. സത്യസന്ധമായി കാര്യം ചെയ്താൽ ക്ലിയർ ആണ്. ഇത് നോക്കോട്ടോ. ചെറുവിരൽ അനങ്ങി. ശരിക്കും പറഞ്ഞാൽ ആരാ അനങ്ങിയേ? കയ്യല്ലേ അനങ്ങിയേ? കൈ അനങ്ങിയപ്പോ വൈറ്റ് ഗ്ലൗ അനങ്ങി. വൈറ്റ് ഗ്ലൗ അനങ്ങിയപ്പോ ബ്ലാക്ക് റെഡ് ഗ്ലൗ അനങ്ങി. ശരിക്കും പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവ് അനങ്ങിയപ്പോ ക്രിസ്തു അനങ്ങി. ക്രിസ്തു അനങ്ങിയപ്പോ നമ്മൾ അനങ്ങി. സ്വർഗസ്ഥ പിതാവ് തല, ക്രിസ്തു ശരീരം, നമ്മൾ ക്രിസ്തുവിലെ അവയവങ്ങൾ. സിമ്പിളാ ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഏത്? അത്യുന്നതനായ ദൈവം. എല്ലാം ഗോഡ് ക്ലാസ്. അല്ലെങ്കിൽ എല്ലാം എലോഹി ക്ലാസ്. അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ മക്കൾ.
സിമ്പിളായി പറയുന്ന മൊത്തം. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക. കൊളോസിൽ 1:27 ക്രിസ്തു നേരത്തെ പറഞ്ഞെന്താ? കൊളോസിൽ 1:27 എടുത്തു. ക്രിസ്തു നേരത്തെ പറഞ്ഞെന്താ? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു, അല്ലെ? നമ്മൾ പറയണം ക്രിസ്തു. ഏത് ക്രിസ്തു? പിതാവ് ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനം പറയും. കൊളോസ്യൻ 1:27 ഒരു മർമ്മം പറയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു. ശ്രദ്ധിച്ചേ, ഈ കയ്യൊറയാണ് നമ്മൾ, ഈ ബ്ലാക്ക്. ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? വൈറ്റ് ഗ്ലൗ ഉണ്ട്, അല്ലേ? ആ വൈറ്റ് ഗ്ലൗവിന്റെ ഉള്ളിൽ ആരുണ്ട്? കൈയുണ്ട്. ആ കൈയിലാണ് ജീവനുള്ള കൈ. ജീവനുള്ള കൈ വൈറ്റ് ഗ്ലൗവിന് ജീവൻ കൊടുത്തു. വൈറ്റ് ഗ്ലൗ ബ്ലാക്ക് ഗ്ലൗ ആയ നമുക്ക് ജീവൻ നൽകി. ഒന്ന് വായിച്ചു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മർമ്മം എന്താ? അതിന്റെ മർമ്മം എന്താ? നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ ആരെ ഇരിക്കുന്നത് നോക്കിയേ, വൈറ്റ് ഗ്ലൗ. കണ്ടോ? ഇതാണ് ക്രിസ്തു. നമ്മുടെ ഉള്ളില് മഹത്വത്തിന്റെ പ്രത്യാശ. അത് കിട്ടിയാൽ നമുക്ക് മരണമില്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ അവിടെ ഇരിക്കാൻ നമുക്ക് തയ്യാറല്ലെന്നേ. നമുക്ക് നല്ലൊരു പങ്കിനും അതിനല്ല പ്രയോറിറ്റി. നമുക്ക് നല്ലൊരു പങ്കിനും ക്രിസ്തുവിന്റെ പേരില് നോക്കിയോട്ടോ, ക്രിസ്തു അങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങ് ജീവിക്കണം. ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയും ഞങ്ങളുടെ ഒരു ഡിനോമിനേറ്റ് സംഘടനയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങ് ജീവിക്കും. ഞങ്ങൾ സെപ്പറേറ്റ്. ഇങ്ങനെ ജീവിച്ച് നമ്മൾ മരിച്ചു പോകും. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യം ജീവിക്കും. നാം ദൈവത്തിന്റെ ഭവനമാകണം, എങ്കിൽ ജീവിക്കും. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായി ചിന്തിക്കുന്നു. നാം ദൈവത്തിന്റെ മകൻ ഭവനമായി തീരണം. ക്രിസ്തു യേശുവിന് മൂലക്കല്ലിൽ അടിസ്ഥാനമായി ക്രിസ്തുവെ അനുഗമിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അല്ല സ്തുതിക്കുന്നതിലൂടെയല്ല. സ്തുതിക്കുന്നതിന് ഞാൻ വിപരീതം എതിരൊന്നുമല്ല. ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി യാഗമായത്. എല്ലാ ബഹുമാനവും കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഷാജി ജോസഫ് യേശു ദൈവമല്ല എന്ന് പറഞ്ഞു, ഷാജി ജോസഫ് യഹോവ സാക്ഷിയാണെന്ന് പറഞ്ഞു. ഷെയും ധൈര്യമാണെങ്കിൽ ഫേസ് ടു ഫേസ് കയറി വാ. ഈ വചനം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയും. അവരെല്ലാം എന്താ ചെയ്യണേ? അവർ ദൈവരാജ്യത്തിന്റെ ശത്രുക്കളാണ്. എന്റെ വിഷയം യഹോവയോ യേശു ദൈവമല്ല, ഒന്നുമല്ല. എന്റെ വിഷയം എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ക്രിസ്തുവെ പോലെ, ക്രിസ്തു ആരാണോ അതുപോലെ. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ദൈവപുത്രന്മാരായി തീർന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുപോലെ ആയിത്തീർന്ന് നമുക്കുള്ള അവകാശം നമ്മൾ അവകാശമാക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഘടകം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അല്പനാളും കൂടി ഈ ശ്വാസമുള്ളൂ. ആ ശ്വാസമുള്ള സമയം മുഴുവൻ നിങ്ങളോട് അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു സംഘടനയുടെ പേര് ഒന്നും പറയത്തില്ല. നിങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. ഇതാണ് ഡ്യൂട്ടി. എനിക്ക് ഷൈൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഹല്ലേലൂയ. ഞാൻ ഓൾറെഡി കർത്താവ് എന്നെ സ്ക്രാച്ചിൽ നിന്ന് കൊണ്ടുവന്നതാ. സ്ക്രാച്ചിൽ നിന്ന് നമ്മുടെ താലിമാല പണയം വെച്ചിട്ട് എന്നെ പഠിക്കാൻ അയച്ചേ. അതിൽ നിന്ന് ദൈവം എല്ലാ മേഖലയിലും എന്നെ സമ്പന്നമാക്കി. എന്നെ സമ്പത്തിന്റെ പുറകെ അല്ല. ദുബായിൽ ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്നും ഈ കൈ കൊണ്ട് അധ്വാനിക്കുക. ഹല്ലേലൂയ. ഇന്നും ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് തൂമ്പ എടുത്തു. ഇന്നും ഈ കൈ വാക്കത്തെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഈ അധ്വാനിക്കണ എന്തിനാ നിങ്ങളോട് പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാരും പൗലോസിനെ പോലെ ഒരു കൂടാരപ്പണി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരു കൂടാരപ്പണി. ദൈവത്തിന് വചനം പറയുന്നു, വേല ചെയ്യാത്തവൻ ഭക്ഷിക്കരുതെന്നോ. അത് എന്റെ പ്രിയ സഹോദരൻ, അതല്ല എന്റെ വിഷയം. എങ്കിലും എല്ലാവരും ഒരു മാതൃകയായി നമ്മൾ ജീവിക്കണം ആവശ്യമുണ്ടല്ലോ. അപ്പൊ പ്രിയ സഹോദരൻ, ഇത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചാൽ, ക്രിസ്തു നമ്മളുടെ ഉള്ളിലായാൽ, നമ്മൾ തുടർന്ന് ഈ ക്രിസ്തു എങ്ങനെ പിതാവിനെ വെളിപ്പെടുത്തിയോ അതേപോലെ നമ്മൾ നമ്മുടെ ജഡത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തും. ഇനി നിങ്ങൾ 1 തിമോത്തി 3 ഇവരാണ് ദൈവമക്കൾ കേട്ടോ. ഇവരാണ് ദൈവമക്കൾ. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെയാ. ഇനി നിങ്ങൾ 1 തിമോത്തി 3:15-16 വായിച്ചാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് മനസ്സിലാകും. അതിന്റെ 3:16 പറയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡമായെന്നല്ല, അത്യുന്നതനായ ദൈവം ജഡമായെന്നല്ല, അത്യുന്നതനായ ദൈവം ജഡത്തിലൂടെ വെളിപ്പെടുന്നു. കണ്ടോ? എന്റെ ഈ കയ്യറയിലൂടെ, 2 കയ്യറകളിലൂടെ പക്ഷെ വെളിപ്പെടുക. അതിൽ നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൗവിനെ കാണാൻ പറ്റുന്നില്ല. ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. ക്രിസ്തു ആത്മാവാണ്. സ്വർഗസ്ഥ പിതാവ് നമ്മുടെ അകത്തുണ്ട്. സ്വർഗസ്ഥ പിതാവ് ആത്മാവാണ്. ഹല്ലേലൂയ. വായിച്ചേ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. 1 തിമോത്തി 3:16 വായിച്ചേ. കേൾക്കുന്നില്ല. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു,
ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെടേണ്ട കാരണം ഇതാ ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി. ഇതാണ് ഒരു ദൈവപുത്രൻ ചെയ്യുന്നത്. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുന്നു. ഇവരാണ് ദൈവപുത്രർ. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി. ഇത് മുഴുവൻ നടക്കുന്ന ദൈവാത്മാവിനല്ല. ഇതുകൊണ്ടാണ് റോമ 8:14 പറയുന്നത് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇതകൾ ദൈവാത്മാവ് ക്രിസ്തുവിന് കൊടുക്കുന്നു, ക്രിസ്തുവിന് നമുക്ക് തരുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള നമുക്കത് കിട്ടുന്നു. അങ്ങനെ നമ്മൾ ആ ചിന്തകളിൽ ഈ ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്നു. ഇത് ആ ചിന്തകൾ ഭൂമിയിൽ നടപ്പിലാക്കുന്നു. അവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ ശരീരമായ ക്രിസ്തുവിന്റെ അവയവങ്ങളായി നമ്മൾ നിലകൊള്ളുന്നു. എല്ലാം ഒന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഇത് മനസ്സിലായി ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നന്നായി നിങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് നന്ദി കൊടുത്തേ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങരുത്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങൾ നന്ദി പറയാനായിട്ട് ഇടയാകണം. ശ്രദ്ധയോടെ നിങ്ങൾ ആയിരുന്നാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ആവർത്തിക്കണം. ഇത് ബൈബിൾ അങ്ങനെ തന്നെയല്ലോ പറഞ്ഞു. അതുകൊണ്ട് ഇതിന് പകരം പോയി ഒരാവശ്യമില്ലാത്ത ട്രിനിറ്റി, ഒരാവശ്യമില്ലാത്ത യേശുനാഥനും പിതാവിന് മുതലേ അതിന് മക്കളെ, നിങ്ങൾ സ്നാനം പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എടുത്താലും അല്ല വേറെ ഏത് നാമത്തിൽ എടുത്താലും ഈ അവകാശത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ ലോകം എല്ലായിടത്തും പോയി എല്ലാവരുടെ ട്രിനിറ്റിയാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കണോ? അങ്ങനൊരു വേട് ബൈബിളിലുണ്ടോ? നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് യേശു പറഞ്ഞു, എന്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ആ പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച്. അപ്പൊ പലരും പറയും പിതാവിന്റെ ഇഷ്ടം തന്നെ അയച്ചവൻ വിശ്വസിക്കാം. തീർച്ചയായും അയച്ചവന് വിശ്വസിക്കാം പിതാവിന്റെ ഇഷ്ടം. എന്താണ് അയച്ചവൻ പറഞ്ഞതെന്ന് അറിയാതെ എങ്ങനെയാ വിശ്വസിക്കണേ? അയച്ചവൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കും. അയച്ചവൻ 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം ഇന്ന് ബൈബിളിന്റെ സിലബസിലില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ബൈബിൾ കോളേജിലാണ് പഠിപ്പിക്കാൻ പോയി. അവരുടെ സിലബസിലില്ല. അവരിത് കേട്ടിട്ടൊന്ന് അതിശയപ്പെട്ടു. ഇതാണ് എന്റെ ദൈവമേ, ഇത്രയും നാൾ ഞങ്ങൾക്ക് മറഞ്ഞിരുന്നോ? അവിടുത്തെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എല്ലാവരും അതിശയപ്പെട്ടു. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതും ഞങ്ങൾ ദൈവം അനുവദിക്കുന്നത് അത് യൂട്യൂബിലേക്ക് കയറി വരും. അതിന്റെ ലൈൻ അത് ഓരോ ദിവസത്തെ പഠിപ്പിക്കല് ഹിന്ദിയിലാണ്. എനിക്ക് പറഞ്ഞ് പൊട്ട ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയത്തുള്ളൂ. ആ പൊട്ട ഹിന്ദിയൊക്കെ വെച്ചിട്ട് കലക്കി മലയാളം കലക്കി ഒരു അവിയൽ പരുവത്തിൽ ഇട്ടു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാകുമെന്ന് ചെയ്യരുത്. അത് കേൾക്കുമ്പോ ഹല്ലേലൂയ. പക്ഷെ ജനത്തിന്റെ ഒരു അനുഗ്രഹമാണ്. മലയാളം ട്രാൻസ്ലേഷനും എല്ലാവരും ഹിന്ദി ട്രാൻസ്ലേഷൻ എല്ലാവരും മിക്സ് ആയിട്ടാണ്. മൊത്തം ഒരു അവിയലാണ് എങ്കിലും അതൊരു അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ജീവിതം, പ്രത്യേകിച്ച് ഹിന്ദിക്കാർക്ക്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, മൂന്നാമത്തെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം. വേറെ ഡൊമോ, അതൊരു ചൂടുവെള്ളത്തിന്റെ ചൂടുവെള്ളത്തിലേക്ക് റെഡി ശ്രദ്ധിച്ചേ, ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീ ബാഗ് ഇടുമ്പോ ശ്രദ്ധിക്കുക, ആ ടീ ബാഗ് ആ ഗ്ലാസിലൂടെ ആ ടീ ബാഗിന്റെ കളർ അങ്ങ് വെളിപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാര്യം തരാം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ലേ? ഇത് നോക്കിയാൽ ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്താണിത്? വേറെ ആരും മുമ്പിലില്ല. സിസ്റ്റർ ഇത് എന്തുവാ? സിസ്റ്ററോടൊന്ന് ചോദിക്കട്ടെ, ഇത് എന്തോ? പിതാവായ ദൈവം. ഇതോ? ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ്. ഓക്കെ, ശ്രദ്ധിക്കാം. എനിക്കറിയാമോ, ഈ ഗ്ലാസ് ആകുന്നതിന് മുമ്പ് ഇത് എന്തായിരുന്നു എന്നറിയാമോ? ഇതിപ്പോ ഗ്ലാസ് ഒരു സോളിഡാണ്, വസ്തുവാണ്. ഇത് ആകുന്നതിന് മുമ്പ് ഇത് എന്തായിരുന്നു അറിയാമോ? അറിയില്ല. ദ്രാവകമായിരുന്നു. ദ്രാവകം, ലിക്വിഡ് ആയിരുന്നു. കുഞ്ഞുനാളിലെ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ അതിശയിച്ച് കൊച്ചുകുട്ടികളാണ്. കാരണം ഈ ഗ്ലാസ് വെള്ളം പോലെ ഒഴിക്കാവുന്ന രീതിയിൽ ഗ്ലാസ്, അതായത് ലിക്വിഡ് വെള്ളം പോലെ ഇരിക്കുന്നു. അതിനെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അതിനെ പ്രത്യേക രൂപത്തിലേക്ക് കൊണ്ടുവന്ന് തണുപ്പിച്ചപ്പോ അത് എന്തായി മാറിയെന്നറിയാമോ? തണുപ്പിച്ചപ്പോ അത് ഏത് ഷേപ്പിൽ തണുപ്പിച്ചോ അതേപോലെയായി ഇതേപോലത്തെ ഗ്ലാസ് ആയി മാറി, ഹരമായി മാറി. ഹരം അതായത് ലിക്വിഡ് സോളിഡ് ആയി മാറി, ദ്രാവകം ഹരമായി മാറി. എടുത്ത കിട്ടിയോ? ഹല്ലേലൂയ. അപ്പൊ 2 സ്റ്റേറ്റുകളാണ് ഇവിടെ.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്രിസ്തു യേശുവും തമ്മിലുള്ള വ്യത്യാസം കൂടി ഇവിടെ പറയാൻ പോവുക. ക്രിസ്തു യേശുവും തമ്മിലുള്ള വ്യത്യാസം ഇത് ഹരരൂപത്തിലുള്ള ഗ്ലാസ് ആകുന്നതിന് മുമ്പ് ഇത് ലിക്വിഡ് ആയിരുന്നു. ലിക്വിഡ് എന്തായി മാറി? സോളിഡായി മാറി. ദ്രാവകം ഹരമായി മാറി. ഹല്ലേലൂയ. ഇതേപോലെ ക്രിസ്തു എന്ന് പറയുന്നത് ആത്മാവായ ദൈവപുത്രനാണ്. ദൈവപുത്രൻ ജഡരൂപത്തിലെ മനുഷ്യപുത്രനായി മാറി, യേശുവായി മാറി. ആത്മാവ് അപ്പൊ ഇത് വ്യക്തതയോടെ നിങ്ങൾ മനസ്സിലാക്കണം. ആത്മാവ് ജഡമായി മാറി. ഹല്ലേലൂയ. അത് മാറി. ഇവിടെ അങ്ങനെയല്ല. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അത്യുന്നതനായ ദൈവം ജഡമായി മാറിയില്ല. ക്രിസ്തുവിന്റെ പേരാണ് വചനം. വചനം ജഡമായി മാറി. ദൈവപുത്രൻ, ആത്മാവാകുന്ന ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറി. ആത്മാവാകുന്ന ദൈവപുത്രൻ മനുഷ്യ പുത്രനായി മാറി. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ദ്രാവകരൂപത്തിലുള്ള ഗ്ലാസ് ഹരരൂപത്തിലേക്ക് മാറി. ഇതാ യോഹന്നാൻ 1:14 വായിച്ചേ. ക്രിസ്തു യേശു എന്നുള്ള വ്യത്യാസം കൂടി ചേർത്ത പറയണേ കേട്ടോ. ദൈവം ജഡത്തിൽ വെളിപ്പെടുത്തുന്നു, എല്ലാം കൂടി ചേർത്തിട്ടായി പറയുന്നത്. ഓ ഫാദർ വി താങ്ക് യു. യോഹന്നാൻ 1 ഓ ലോർഡ് ഐ ലവ് യു 14 വായിച്ച്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇനി വെളിപ്പാട് 19:13 19:13 വെളിപ്പാട് 19:13 ഇവിടെ പറയുന്നു വചനം ജഡമായി. അപ്പൊ എന്താ ജഡമായേ? വചനം എന്ന ദൈവപുത്രൻ. വചനം ദൈവമാണ്. ഏത് ദൈവം? അത്യുന്നത സ്വർഗ്ഗസ്ഥ പിതാവല്ല, മുഖാന്തരമായ പുത്രൻ മുഖാന്തര സകലത്തെ ഉളവാക്കി. ആ വചനം ജഡമായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇനി ക്രിസ്തുവിന്റെ പേരാണ് വചനം എന്ന് ഉറപ്പിക്കാൻ വെളിപ്പാട് 19:13 വായിച്ച്. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അവന് ദൈവവചനം. അപ്പോ ദൈവവചനമാണ് ക്രിസ്തു മുഖാന്തരം. ആ മുഖാന്തരത്തിലൂടെയാണ് സഭ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. വചനം ജഡമായി തീർന്നു. ഇതാണ് യോഹന്നാൻ 1:1-2-3 എബ്രായ ലേഖനം 1:1-2 ഒക്കെ പറയുന്നത്. ഇതാ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതായത് ദൈവപുത്രനായ ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തു പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നു. ക്രിസ്തു ദൈവമായിരുന്നു. സ്വർഗസ്ഥ പിതാവ് സകലത ക്രിസ്തുവിലൂടെ ഉളവാക്കി, വചനത്തിലൂടെ ഉളവാക്കി. വചനത്തെ കൂടാതെ ഒന്നും ഉളവാക്കിയിട്ടില്ല. ഇവിടെ പറയുന്നു ആ വചനം ജഡമായി. ഹല്ലേലൂയ. ഗ്ലാസ് ലിക്വിഡ് ഗ്ലാസ് സോളിഡ് ഗ്ലാസ് ആയതുപോലെ ആത്മാവാകുന്ന ക്രിസ്തു ഇതാ ജഡരൂപത്തിലുള്ള യേശുവായി മാറി. അപ്പോഴാണ് യേശു എന്നുള്ള പേര് വരുന്നത്. ക്രിസ്തു നേരത്തെ ഉണ്ട്. പക്ഷെ ഈ അന്ത്യകാലത്തെ വെളിപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ ജനനം ഇതാ അത് ഏകജാതനെ പറയുമ്പോൾ പറയാം. ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ആദിക്ക് മുമ്പാണ്, അനാദിയിലാണ്. അപ്പൊ വചനം മനസ്സിലാക്കും. അപ്പോ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാ പത്രോസിന്റെ ലേഖനം. ഓ ലോർഡ് ഐ ലവ് യു. ഒന്നാം അധ്യായം 1 പത്രോസ് 1:20 വായിച്ച്. 1 പത്രോസ് 1:20. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. ക്രിസ്തു ആരാണ്? ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാണ്. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ. പക്ഷെ എപ്പോഴാണ് വെളിപ്പെട്ടത്? ജഡമായി എപ്പോഴാണ് വെളിപ്പെട്ടെ? 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യകാലത്ത് വെളിപ്പെട്ടല്ലോ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. അപ്പോ ജഡരൂപത്തിൽ വെളിപ്പെട്ടത് അന്ത്യകാലത്താണ്. ഇതിനു മുമ്പേ താൻ ക്രിസ്തു ദൈവത്തിന്റെ വചനമാണ്. സർവം ക്രിസ്തു മുഖാന്തരം ഉളവായി.
ഹല്ലേലൂയ. ഇത് വളരെ പ്രിസൈസ് ആയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ സ്വർഗീയ കുടുംബത്തിലേക്ക് ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി നമ്മളെയും വിളിച്ചിരിക്കുകയാണ്. ഇതാണ് മഹത്വമേറിയ ദൈവത്തിന്റെ പദ്ധതി. ഇത് പറയാനായിട്ട് സുവിശേഷർക്ക് പറ്റുന്നില്ല. ആരോ അവിടെ കത്തിവെച്ചേക്കുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ അധികം പേര് ഉപദേശകന്മാരാകരുത്, കാരണം അധിക ശിക്ഷാവിധി വരും. പറയേണ്ടത് എന്തെന്ന് സത്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് പറയാത്തവന് അധിക ശിക്ഷാവിധി വരും. ദൈവത്തിന്റെ വചനം പറയുന്നത്. ചെയ്യേണ്ടത് ഇന്നതെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാത്തത് പാപമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. വചനത്തോട് കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. സദൃശ്യവാക്യം 30:6 പറയാണ്, എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിക്കരുത്. വെളിപ്പാട് പുസ്തകം അവസാനത്തിൽ പറയാണ്, ഇതിൽ നിന്നും കുറയ്ക്കരുത്, കൂട്ടരുത്. ജീവവൃക്ഷത്തിലുള്ള നിന്റെ പേര്, നിന്റെ അംശം എടുത്ത് കളയും. ഭയപ്പെടേണ്ടതാണ്. ഇത് ആവർത്തിക്കുമായ മക്കളെ. അങ്ങനെ ലിക്വിഡ് സോളിഡ് ആയതുപോലെ, ദ്രാവകം ഹരമായതുപോലെ, വചനമാകുന്ന ദൈവപുത്രൻ, ആത്മാവിൻ ദൈവപുത്രൻ ജഡരൂപമെടുത്തു. വചനം ജഡമായി, യേശുവായി. ക്രിസ്തു ദൈവപുത്രൻ, യേശു മനുഷ്യപുത്രനായി. അപ്പൊ ദൈവപുത്രൻ എന്ന് വെച്ചാൽ ക്രിസ്തു, യേശു എന്ന് വെച്ചാൽ മനുഷ്യപുത്രൻ. രണ്ടും കൂടി ചേർന്നതാണ് യേശു ക്രിസ്തു. ദൈവപുത്രനും മനുഷ്യപുത്രനോട് ചേർന്നാണ് ഇവിടെ ജീവിക്കുന്നത്. ആ ക്രിസ്തു യേശു ആര് തന്നെയാണ്? യേശു ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്. ഇതാണ് പറയുന്നത്. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് അപ്പോസ്തലന്മാർ തെളിയിച്ചുകൊണ്ടേയിരുന്നു. ഈ യേശു, ഈ തച്ചന്റെ മകൻ ഹരമല്ലല്ലോ, ജഡരൂപത്തിലുള്ളവൻ തന്നെയാണ് ആത്മരൂപത്തിലുള്ള ദൈവത്തിന്റെ പുത്രൻ. ഇതുകൊണ്ടാണ് മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നത്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ? വന്ധ്യനായവന്റെ പുത്രൻ. ഹല്ലേലൂയ. മാർക്കോസ് സുവിശേഷം 14-ാം അധ്യായം. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ. അതിന്റെ 61-ാം വാക്യം വായിച്ച്. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണോ? അത് യേശുവായ തച്ചനെ നിന്നോട് ചോദിക്കുകയാണ്, നീ യുഗങ്ങൾക്ക് മുമ്പുണ്ടായ, ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ഇതാണ് പിശാചികൾ കണ്ടപ്പോ, യേശുവിനെ കണ്ടപ്പോ, ഇവർക്ക് നേരത്തെ അറിയാം ആത്മലോകത്ത് ജീവിക്കുന്നവരാ. അവർ ഉടനെ വിളിച്ചു പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അവർക്കറിയാം ഈ പുള്ളിക്കാരൻ ആരാണെന്ന്. തങ്ങളുടെയൊക്കെ മുകളിലുള്ള രാജാവാണ്, തങ്ങളെ ശിക്ഷിക്കാൻ അധികാരമുള്ള ആളാണ്. സമയത്തിന് മുമ്പേ ഞങ്ങളെ ശിക്ഷിക്കാൻ നീ കടന്നു വന്നോ? ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡോക്ടറിനൊക്കെ വലിച്ച് ഇതിന്റെ ഉള്ളിൽ കയറ്റരുത്, വിശുദ്ധ ബൈബിളിന്റെ ഉള്ളിലേക്ക്. ഹല്ലേലൂയ. അല്ലാതെ കൊണ്ടുവരരുത്. ഇനി ശ്രദ്ധിക്കുക. അപ്പോ ലിക്വിഡ് സോളിഡായി, ദ്രാവക രൂപത്തിലുള്ള ഗ്ലാസ് ഹരരൂപത്തിലേക്കാണ്. ഇനി ശ്രദ്ധിക്കുക, ആത്മാവാകുന്ന ദൈവപുത്രൻ ജഡമായി. ശ്രദ്ധിക്കുക, ജഡമായി. ഈ ജഡത്തിലൂടെ ആര് വെളിപ്പെട്ടു എന്ന് പറയണേ? ദൈവം വെളിപ്പെട്ടു, അല്ലെ? ഈ ജഡത്തിലൂടെ ദൈവം വെളിപ്പെട്ടു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഇതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കാൻ പോകും. വെള്ളം റെപ്രസെന്റ് ചെയ്യുന്നത് പരിശുദ്ധ ആത്മാവിനെയാണ്. ഇതിലൂടെയാണ് ദൈവം വെളിപ്പെടുന്നത്. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നതും നമ്മളുടെ വെളിപ്പെടുന്നത്. ഇതിന്റെ പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. ഇല്ലെങ്കിൽ ഭാവിയിൽ പഠിക്കാം. ശ്രദ്ധിക്കുക, ഇതിലേക്ക് ഇതിൽ വെള്ളം ഒഴിക്കാൻ പോകുന്നത് ചൂടും. നിറച്ചു വെച്ചിരിക്കുക. ഇത്തിരി മാറ്റേ. ശ്രദ്ധിച്ചേ, സൂക്ഷിച്ചേക്കണം. ചൂടുവെള്ളാതെ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറം യേശുവിലും പരിശുദ്ധാത്മ നിറഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക. നേരത്തെ ഗ്ലാസ് കണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഇതാ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് തേയില.
ചായപ്പൊടി. ഗോസ്ബൽ ടിവിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ചായ ഉണ്ടാക്കി. ശ്രദ്ധിച്ചേ, ഏത് ടിവിയിലും അങ്ങനെയായിരിക്കാം. ശ്രദ്ധിക്കുക, ആ ചായപ്പൊടി ഞാൻ ഒരു ടീ ബാഗ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ ടീ ബാഗ് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് ഈ ആത്മാവിലൂടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇറങ്ങാൻ പോവാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ, സ്വർഗത്തിലെ ദൈവം മുകളിൽ പിടിച്ചേക്കണം. കണ്ടോ, മുകളിൽ സ്വർഗത്തിലെ ദൈവം ആത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇതിന്റെ കളർ മാറുന്നത് കണ്ടോ, കണ്ടോ? ആര് ഇപ്പൊ വെളിപ്പെടാൻ തുടങ്ങി ക്ലാസ്സിലൂടെ? ഈ ഇറങ്ങിയവൻ വെളിപ്പെടാൻ തുടങ്ങി അല്ലേ? കണ്ടോ, ഓരോ പ്രാവശ്യവും ബുക്ക് താഴെ ചെയ്യാൻ യേശുവെ അനുഗമിക്കുമ്പോ ഇറങ്ങിയവൻ വെളിപ്പെടുകയാണ്. കണ്ടോ, ഇപ്പൊ സിസ്റ്റർ എന്ത് കാണുന്നു? സിസ്റ്ററെ കാണുന്ന പറഞ്ഞാൽ മതി. സിസ്റ്റർ ഡീപ്പായിട്ട് ചിന്തിച്ച് പറയണ്ട. എന്താ കാണുന്നേ? കേൾക്കുന്നില്ലല്ലോ. സിസ്റ്റർ ഇപ്പൊ എന്താ കാണുന്നേ? ഇപ്പൊ ചായവെള്ളം കാണുന്നത്. ഇപ്പൊ ചായവെള്ളം കാണുന്നേ. കുറച്ചു മുമ്പല്ലേ പറഞ്ഞ ഗ്ലാസ്സാ കാണുന്നേ. ഇപ്പൊ സിസ്റ്റർ ഗ്ലാസ്സിലൂടെ ചായവെള്ളം കാണുന്നു. അതാ ശരി അല്ലേ? അതെ, ഗ്ലാസ്സിലൂടെ. ഗ്ലാസ്സിൽ ചായവെള്ളം കാണുന്നേ. കിട്ടിയ ഇതേപോലെ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിനെ കാണും. മനസ്സിലായോ? ദൈവത്തെ ആരൊരു നാളും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അപ്പൊ ഗ്ലാസ് ആരെ വെളിപ്പെടുത്തുക? ചായയെ വെളിപ്പെടുത്തുന്നു. മനസ്സിലായോ? ഓരോ പ്രാവശ്യവും ഇത് ഡിപ്പ് ചെയ്യുന്തോറും അതിന്റെ കളർ കൂടി വരുന്നു. നമ്മൾ ഓരോ സമയവും ദൈവത്തെ അനുസരിക്കുമ്പോൾ ആരിലൂടെ? ക്രിസ്തുവെ അനുസരിക്കുന്നതിലൂടെ. ക്രിസ്തു പിതാവിനെ അനുസരിക്കുന്നു, നാം ക്രിസ്തുവിനെ അനുസരിക്കുന്നു. നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഈ ഗ്ലാസ് ചായയെ വെളിപ്പെടുത്തുന്നു. നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അതാണ് ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ നമ്മളോട് പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ സഭയിൽ നീ ഞാനും എങ്ങനെ നടക്കണം? ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തി നടക്കണം. ആര് വെളിപ്പെടുത്തി നടത്തിയതുപോലെ? ക്രിസ്തു വെളിപ്പെടുത്തി നടന്നതുപോലെ. അങ്ങനെ ജീവിച്ച ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടെങ്കിൽ അങ്ങനെ ഞാനും നിങ്ങൾ ജീവിച്ചാൽ നമ്മളും തേജസ്സിൽ എടുക്കപ്പെടും. ഇതാണ് സന്ദേശം. മനസ്സിലായോ? എന്നെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് തിരസ്കരിക്കുക, ഏത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പാരമ്പര്യം പുറകെ പോകണമെങ്കിൽ പാരമ്പര്യം പുറകെ പോകാം. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഇനി ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, ഇനി പ്രിയ സഹോദരങ്ങളെ, കാര്യം ക്ലിയർ ആയി ഞാൻ ചിന്തിക്കുന്നു. ഇപ്പൊ എല്ലാവരും കട്ടൻ ചായ കാണുന്നു, നല്ല സ്ട്രോങ് സാധനമാണല്ലോ. ഇതേപോലെ നമ്മളും ദൈവത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവെ പോലെ സ്ട്രോങ് ആണ്. ഹല്ലേലൂയ. ഒരിക്കലും പത്രോച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുത് കേട്ടോ. അതായത് മാർപ്പാപ്പ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ, ഇതിനെക്കാളും വലിയൊരു ആളില്ല, ഇതാ സഭയുടെ താക്കോലൊക്കെ അതിന്റെ തരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ യേശുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാൽവരി ക്രൂശിലെ യാഗം നിനക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ യേശു സ്ട്രോങ് ആണെന്ന് പറയുക പിതാവിന് ഇഷ്ടം ചെയ്യാൻ. പത്രോസിന് എന്നെ എന്നറിയാമോ? ശാസിച്ചു. പിശാച് ശാസിച്ചു, പിശാചേ, നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, മനുഷ്യൻ്റെതാകരുത്. നമ്മളാണെങ്കിൽ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും തങ്കപ്പെട്ട പത്രോസ് പാസ്റ്ററെ വേണം മാർപ്പാപ്പയാക്കാൻ, അല്ലെങ്കിൽ മെത്രാനാക്കാൻ, അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ ആക്കാൻ. നമ്മുടെ ഇഷ്ടം അതാ. പക്ഷെ യേശു തിരിച്ചറിഞ്ഞിട്ട് ശാസിച്ചു, ഗെറ്റ് ബിഹിൻ മീ സേതൻ, വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യന്റെ കാര്യം. അത്രത്തോളം യേശു സ്ട്രോങ് ആയിരുന്നു പിതാവിന് ഇഷ്ടം ചെയ്യാൻ. മനുഷ്യൻ്റെതൊന്നും ആഗ്രഹിച്ചില്ല. പിതാവിന് ഇഷ്ടം ചെയ്യുക, അവിടുന്ന് പോവുക. ഇഷ്ടം ചെയ്ത് പൂർത്തിയായിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പിതാവ്, പിതാവേ, ഇറ്റ്സ് ഫിനിഷ്ഡ്, പൂർത്തീകരിക്കപ്പെട്ടു. ആ ഒരു മകന്റെ ആ പിതാവിനോടുള്ള സ്നേഹം വ്യക്തമായി അവിടെ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെയായിരിക്കും. ഇനി ഒരു ഭാഗം കൂടി നമുക്ക് വെളിപ്പെടുത്താനുണ്ടല്ലോ. ആദ്യത്തത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. ക്രിസ്തു ആരാണ്? ക്രിസ്തു യേശു എന്ന് പറയുന്ന വ്യക്തിത്വം 2000 വർഷം മാത്രം വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. അതാണ് ദൂതൻ
ജോസഫിനോട് പറയുന്നത് ജനിക്കുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. അപ്പോഴേ ആ പേര് പോലും വന്നിട്ടുള്ളൂ, സജക്ഷൻ വന്നിട്ടുള്ളൂ. പക്ഷെ ക്രിസ്തു അനാദിയിലേ ഉള്ള ആളാണ്. ഇനിയിപ്പോ ആ ക്രിസ്തുവാണ് ആത്മരൂപത്തിലുള്ള ക്രിസ്തു, ദൈവപുത്രൻ ജഡരൂപത്തിലേക്ക് വന്നു. ലിക്വിഡ് ഗ്ലാസ് സോളിഡ് ഗ്ലാസ് ആയി മാറി എന്നതുപോലെ വചനമാകുന്ന ക്രിസ്തു ജഡമായി, ആ ജഡത്തിലൂടെ ആത്മാവാകുന്ന അത്യുന്നതനായ ദൈവം വെളിപ്പെട്ടു. ആ ഭാഗം ക്ലിയർ ആയി ഞാൻ ചിന്തിക്കുന്നു. ഇനി ഏകജാതൻ ആദിജാതൻ, അത് കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്തേക്കാം. ഏകജാതനായ ക്രിസ്തു ആദിജാതനായ ആ മനോഹരമായ ദൈവികമായ പദ്ധതിയാണല്ലോ. അപ്പൊ എന്താണ് ഈ ഏകജാതൻ എന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? പലരുടെയും ചിന്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ആ ക്രിസ്തു ജനിച്ചപ്പോഴാണ് ദൈവത്തിന് മകനൊക്കെ ഉണ്ടായെന്നുള്ളതാണ് ചിന്ത. വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. അങ്ങനെയല്ല, ദൈവത്തിന് മകൻ അനാദിയിലേ ഉണ്ട്. സർവ്വ സൃഷ്ടികൾക്കും മുമ്പേ ഈ ഏകജാതൻ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ജനിക്കാത്തവനെ എങ്ങനെ ഏകജാതാന്ന് പറയും? ജനിക്കാത്തവനെ എങ്ങനെ പുത്ര എന്ന് വിളിക്കും? ജനിപ്പിച്ചവനില്ല എങ്കിൽ എങ്ങനെ പിതാവേ എന്ന് വിളിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. എതിർക്കുന്നവർ അല്ലാത്തവർ വേണ്ട. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വചനമാണ് പ്രാധാന്യം. 3 പീരീഡ് എന്ന് പറഞ്ഞില്ലേ ബൈബിളിലെ, അവിടെ തുടങ്ങുന്ന സമയത്തിന് മുമ്പ് ആദിയിലാണ് ആകാശഭൂമി സൃഷ്ടിച്ചത്. ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. എന്നാൽ ആദിക്ക് മുമ്പുള്ള സമയമാണ് അനാദി. ഈ അനാദിയിലാണ് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനം. ഇതാണ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു. അതായത് ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഹവ്വയെ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തെടുക്കുന്നത് പോലെ ഇതിന് നിഴലാണ്. എന്നാൽ അതിനെല്ലാം മുമ്പ് ആദി സമയം. ആദിയിലാണ് നമ്മൾ, സമയത്താണ് നമ്മൾ, ആദിയിലാണ് സകലം സൃഷ്ടിച്ചത്. ആദിക്ക് മുമ്പുള്ള സമയമാണ് അനാദി. ഇനി ദൈവപുത്രനായ ക്രിസ്തു ഏകജാതൻ എന്ന് പറയാൻ കാരണം, ബൈബിൾ ഏകജാതൻ എന്നും പറയുന്നുണ്ട്, ആദിജാതൻ എന്നും പറയുന്നു. അതിന് പറയാനുള്ള ഒരു വചനം നമുക്ക് നോക്കാം. എപ്പോഴാണ് ക്രിസ്തുവിന്റെ അങ്ങനെ ഏകജാതൻ ക്രിസ്തുവിനെ പറയുന്നുണ്ടോ എന്ന് നോക്കാം. യോഹന്നാൻ 1:18 വായിച്ചു. യോഹന്നാൻ 1:18. Lord, I love you. Glory. Thank you, Heavenly Father. Thank you, Jesus. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഏകജാതൻ ഇതാണ് നമ്മളൊരു വിഷയം. ഏകജാതൻ, ഹല്ലേലൂയ. ഏകജാതനെ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഈ ഏകജാതൻ എന്ന് പറയാൻ കാരണം എന്താ? ഒരേ ഒരു മകനേ ഉള്ളൂ. അതുകൊണ്ടാ പറയുന്നത് എന്റെ അപ്പന്റെ വീട്ടിൽ. ത് 12 പേരുണ്ടായവരുടെ മരിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്റെ അപ്പനാണ് ഏറ്റവും മൂത്തത്. എന്റെ അപ്പൻ ജനിച്ചപ്പോ ആ വീട്ടിലെ ഏകജാതനായ, ആ വീട്ടില് ആ അപ്പൻ എന്തൊക്കെയുണ്ടോ അതിന്റെ മുഴുവനും അവകാശിയുണ്ട്. എന്നാൽ അപ്പന്റെ ജനനത്തിന് ശേഷം നടന്ന സംഭവമാണ്, ഏകദേശം 10-11 പേര് ജനിച്ചു. ഇന്ന് 10 പേര് കൂടെ ഉണ്ട്. ആരും മരിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, ഇത് ജനിച്ചു കഴിഞ്ഞപ്പോ അപ്പന് നഷ്ടപ്പെട്ടതൊന്ന് ഏകജാത സ്ഥാനമായിരുന്നു. അപ്പൻ ഏകജാത സ്ഥാനം മാറി ആദിജാത സ്ഥാനമാവുകയും ആ മറ്റുള്ള ഇപ്പോഴുള്ള 10 മക്കൾക്കും ആ അപ്പന്റെ അവകാശം കൂട്ടവകാശമായി മാറി. ഇതാണ് ദൈവത്തിന്റെ മനോഹരമായ പദ്ധതി. നമ്മളെ ഗോഡ് ഫാമിലിയിലേക്ക് ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആരായി? ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി. ഞാനെങ്ങും ചർച്ചയിൽ പ്രസംഗിച്ച് കേട്ടിട്ടില്ല ബൈബിളിലല്ലാതെ.
ഹല്ലേലൂയ. ഏതെങ്കിലും ദേവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പേര് കൂടി താഴെ ഒന്ന് കമന്റിൽ ഇടുവാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം. ആ ചർച്ചിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ കൂടിയാ. ഹല്ലേലൂയ. കാരണം ഇന്ന് ബൈബിൾ പ്രസംഗിക്കാൻ ദൈവദാസന്മാർന്ന് പേര് നമുക്ക് പേടിയാ. ദൈവത്തിന്റെ ഈ പദ്ധതി പറഞ്ഞില്ല പിന്നെ നമ്മൾ ഏത് പദ്ധതിയാ പറയണത്? ഹല്ലേലൂയ. അങ്ങനെ ഏകജാതനായ ക്രിസ്തു ആദിജാതനായി മാറുകയും നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരനും കൂട്ടാവകാശികളായി മാറുന്നു. വിശുദ്ധ ബൈബിൾ വളരെ പ്രിസൈസ് ആയിട്ട് അത് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നേ. ഈ സത്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്നെ നിങ്ങൾക്ക് ആർക്കൂടെല്ലാം തിരുത്താം വിശുദ്ധ ബൈബിളിലെ വചനം കൊണ്ട്. ദേവദാസന്മാരെല്ലാം ഇതുപോലെ തന്നെ പറയണം. വചനം കൊണ്ട് എന്നെ തിരുത്തണമെന്ന് തന്നെ പറയണം. ഓരോരുത്തരും പ്രസംഗിക്കുമ്പോ എന്നെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കാൻ പറയണം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഏകജാതനാണെന്നാ പറയുന്നത്. ഇനി പലരുടെയും ചിന്ത ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കോട്ടെ. ഈ ഏകജാതന്റെ ജനനം എപ്പോഴാ? കൊളോസ്യ ലേഖനം 1:15 പറയുന്നു, സൃഷ്ടിക്ക് മുമ്പാണ്. സൃഷ്ടി ആദിയിലാണ്. 1:15 എടുത്തു. കൊളോസ്യർ 1:15 എടുത്തു. സൃഷ്ടിപ്പ് ആദിയിലാണ്. എന്നാൽ ആദിക്ക് മുമ്പ് അനാദിയിലാണ് ക്രിസ്തുവിന്റെ ജനനം. യേശുവിന്റെ ജനനമല്ലേ പറയുന്നത്? ദൈവത്തന്നെ ക്രിസ്തുവിന്റെ ജനനം. യേശു വന്ന 2000 വർഷം മുമ്പ് മാത്രമാണ്. ഹല്ലേലൂയ. ഇതാണ് അപ്പോഴാണ് ദൂതം എന്ന് പറയുന്നത് അവന് യേശു എന്ന് പേരിടാണെന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തു ലോക സൃഷ്ടിക്ക് മുമ്പേ ഉണ്ട്. ആ ക്രിസ്തുവിന്റെ ജനനമാണ് ഈ പറയുന്നത്. കൊളോസ്യർ 1:15 വായിച്ച്. കൊളോസ്യർ 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? മതി. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് ആണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്റ്റാച്ചു മഹാത്മാഗാന്ധിയുടെ പ്രതിമ അതുപോലെയുള്ള പ്രതിമയാണ്. ഇറ്റ്സ് എ ഇമേജ് എന്ന ദൈവം തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. ഇതുപോലെ ദൈവത്തിന്റെ ഇമേജ് ആണ്. ഇംഗ്ലീഷ് വായിക്കുക. ഹു ഇസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രീച്ചർ. ഏതൊരു മകനും അപ്പന്റെ ഇമേജ് അല്ലേ? നമ്മൾ ദൈവത്തിന്റെ ഇമേജ് ആണ് പുതിയ സൃഷ്ടിയിൽ. പഴയതിലായിരുന്നു. ദൈവത്തെ അല്പം മാത്രം താഴ്ത്തി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ് ഇതാരും വായിക്കത്തു പോലുമില്ല ഈ വചനം. ഇത് മനസ്സിലാക്കണം. ഇത് ബൈബിളിന്റെ വചനമാണ്. ആൻഡ് ഫസ്റ്റ് ബോൺ ഓഫ് എവരി ക്രീച്ചർ. എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ ആദ്യമായി ജനിച്ചവൻ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല. ഇതില് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ ആദ്യമായി ജനിച്ചവൻ. എന്നിട്ട് ഈ ജനിച്ചവനായ ക്രിസ്തു മുഖാന്തരമാണ് സകലതും ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ക്രിസ്തുവിന്റെ ജനസമയത്ത് ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ് എല്ലാവൻ മുഖാന്തരം ഉളവാക്കിയത്. വായിച്ചത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലതും മുഖാന്തരം സൃഷ്ടിച്ചു അവനായിട്ട്. കാരണം അവനാണ് ഏകാവകാശി. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കണം. അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ട സകലതും. പക്ഷെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവനെ ജനിപ്പിച്ചു. ഏതെങ്കിലും കയ്യിനോ ഹാബേലോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു നേരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാ. കയ്യിനോ ഹാബേലോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം എന്താ ചെയ്തേ? ആദത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഹവ്വയെ ഉണ്ടാക്കി. അവൻ മുഖാന്തരം സകല മനുഷ്യരെ ഉണ്ടാക്കി. നിങ്ങൾക്ക് മനസ്സിലായ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവൾ മുഖാന്തരം. അതിന്റെ ഒരു നിഴലാണ് കിടക്കണേ. ഇതിന്റെ പൊരുളാണ് ഈ എഴുതി വെച്ചേക്കണേ. അങ്ങനെ ക്രിസ്തു മുഖാന്തര സകലത്തെ ഉണ്ടാക്കി. ക്രിസ്തു സർവത്തിന് മുമ്പേ ഉള്ളവർ. ഏത് സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാണ് ക്രിസ്തു. ഇതാണ് ദൈവത്തിന്റെ വചനം. 1 പത്രോസ് 1:20 എഴുതിയിരിക്കുന്നത്. അവൻ പുരാതനമേ അറിയപ്പെട്ടവനാണ്. ലോക സൃഷ്ടിക്ക് മുമ്പേ അറിയപ്പെട്ടവനാണ്. പക്ഷെ അന്ത്യകാലത്ത് മാത്രമാണ് ജഡത്തിൽ വെളിപ്പെട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തികളോട് മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ എന്നെ കടിച്ചു കയറാൻ വരെ യേശു സൃഷ്ടിയാണെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സൃഷ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞു ഈ വചനം വിശ്വസിക്കാനാ പറഞ്ഞു. യേശുവിനെ ജനിപ്പിച്ചെന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് പറയാൻ പോകണ്ട. ഹല്ലേലൂയ. ബൈബിൾ എന്ത് പറയുന്നത് അത് ആവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പൊ വ്യക്തതയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എന്നിലൂടെ കർത്താവ് ക്ലാസ് എടുത്തിങ്ങനെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, മാൻ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ് ഏതെങ്കിലും നടന്നത്. ആദ്യത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഹവ്വയെ
റിലീസ് ചെയ്തു, ഹവയിലൂടെ സകല മനുഷ്യരെയും ഉണ്ടാക്കി. ഇവിടെ സ്വർഗത്തിൽ ദൈവം സ്പ്ലിറ്റ് ചെയ്തു. ഇതാ തന്റെ പുത്രൻ ജനിച്ചു, ഇതാ പുത്രനെ ആദ്യമേ ജനിപ്പിച്ചു, പുത്രൻ മുഖാന്തര സകലത്തെ ഉളവാക്കി. ഇതാണ് ആ പുത്രന്റെ പേരാണ് വചനം. ഇതാണ് യോഹന്നാൻ 1:1, 2, 3 പറയുന്നത്. വചനം മുഖാന്തര സകലത്തെ ഉളവാക്കി. ഹല്ലേലൂയ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിലല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയേ? ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു. അതന്നെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായാലും അദൃശ്യമായാലും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലം അവൻ മുഖാന്തരം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലം സൃഷ്ടിക്കപ്പെട്ടു. കാരണം അവനാണ് സകലത്തിന്റെ അവകാശി. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരു കുടുംബത്തിൽ പിതാവ് കാരണഭൂതൻ, മാതാവ് മുഖാന്തരം. ഇതേപോലെ സ്വർഗീയ കുടുംബത്തിൽ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ, യേശുക്രിസ്തു മുഖാന്തരം. ഇതാണ് 1 Corinthians 8:5-6-7 എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ദൈവങ്ങൾ എന്ന് പറയുന്നവർ, ഏലോഹീം എന്ന് പറയുന്നവർ അനേകരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നു ഒരേ ഏലോഹീമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. നമ്മൾ ഹെബ്രായ ഭാഷ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സിംഗുലറും, ഏലോഹീം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലൂറലുമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മൾ അത് റൈറ്റ് ആയിട്ട് പഠിച്ചാൽ കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ തന്റെ കുടുംബത്തെ ഒരുക്കുക, തന്റെ വംശത്തെ ഒരുക്കുക. അങ്ങനെ ഏകജാതനായ ക്രിസ്തു, ഇപ്പൊ ഒരേ ഒരാളേ ഉള്ളൂ. ഇപ്പൊ ഏകജാതനായ സൃഷ്ടിപ്പിന്റെ സമയത്തൊക്കെ യേശു ഏകജാതന ഈ ഭൂമിയിലേക്ക് ക്രിസ്തുവിനെ യേശുവിലേക്ക്, അതായത് ആത്മാവ് ദൈവപുത്രനെ യേശു എന്ന മനുഷ്യപുത്രനായിട്ട് അയക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ യേശു ക്രിസ്തു ഏകജാതന. പക്ഷെ ഇവിടെ വന്ന് കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞതോടുകൂടെ യേശു ക്രിസ്തു ഏകജാത സ്ഥാനത്ത് നിന്ന് ആദ്യജാത സ്ഥാനത്തേക്ക് മാറുകയാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതി. ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ സ്നേഹമാണെന്നേ. എന്തിനാ? നമ്മളെ മക്കളാക്കാൻ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദൈവത്തിന്റെ വചനം. ഈ ഒരു പ്രോസസ് നടക്കണമെന്ന ദൈവം പറയുന്നത്. റോമ 8:29 ദൈവത്തിന്റെ വചനം പറയുകയാണ്. സിസ്റ്ററെ, റോമ 8:29 ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇത് ഈ ഒരു പ്രോസസ് നടക്കണം. ആദ്യജാതനായി മാറണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതിയാണിത്. നമ്മളിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. വചനമാണ് സത്യം. പറയാതിരുന്നാൽ ഒരു പക്ഷേ നമ്മൾ ശിക്ഷയിൽ അകപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിച്ച് റോമ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ വചനം കേൾക്കണേ? ഈ ക്രിസ്തു അനേക സഹോദരങ്ങൾക്ക് ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ഈ സർവ്വം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നിൽ നിന്ന് ജനിച്ച ക്രിസ്തു എന്തായി മാറണം? ഏകജാതൻ എന്തായി മാറണം? ആദ്യജാതനായി മാറണം. ദൈവത്തിന്റെ പദ്ധതിയാ. ഇത് പറഞ്ഞതിന് നമ്മൾ എന്തിനാ പേടിക്കണേ? ദൈവത്തിന്റെ പദ്ധതിയാണെന്നേ. ആദ്യജാതനായി മാറണം. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞാനിത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ മാത്രമേ എനിക്കിത് ലഭ്യമായത്. ആദ്യജാതനായി മാറണം. എന്തിന്? അനേക സഹോദരന്മാർക്ക് ആദ്യജാതനായി മാറണം. അതിന്റെ അർത്ഥം ഏകജാതനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ പുതിയ സൃഷ്ടികർമ്മം നടക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവത്തിന് മക്കളെ ജനിക്കുകയും അങ്ങനെ ക്രിസ്തു ആദ്യം ജനിച്ചവരും നമ്മൾ ക്രിസ്തുവിന് തുടർന്ന് ജനിച്ചവരും ആയിത്തീരും ദൈവത്തിന്. ഇതാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ ഉറപ്പിലേക്കായിട്ട് ദൈവത്തിന്റെ വചനം പറയാണ്, അങ്ങനെ ആദ്യജാതനായി കഴിയുമ്പോ ക്രിസ്തുവിന്റെ അവകാശം പങ്കുവെക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിന്റെ 8:17 എഴുതിയിരിക്കുന്നത്. റോമ 8:17 എഴുതിയിരിക്കുന്നത്, നാം വളരെ വ്യക്തതയോടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി മാറും. വായിച്ചേ 8:17. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ.
നാം അവനോടുകൂടി നേരത്തെ ഒരേ ഒരാൾ മാത്രമേ അവകാശിയായിട്ടുണ്ടായിരുന്നുള്ളൂ, ക്രിസ്തു മാത്രം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന സൃഷ്ടിപ്പിൽ അവകാശി ക്രിസ്തു മാത്രമാണ്. എബ്രായർ 1:2 എഴുതിയിരിക്കുന്നു, ഇതാ ക്രിസ്തു മുഖാന്തര, എബ്രായർ 1:2 വായിച്ചു സിസ്റ്ററെ, ഇതാ ക്രിസ്തു മുഖാന്തര സകലവും സൃഷ്ടിച്ചു, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. പക്ഷെ ഇപ്പൊ ആ അവകാശം കൂട്ടവകാശമായി മാറി. ഇത് വിശുദ്ധ ബൈബിൾ പറയുന്ന, ഞാൻ എന്റെ കയ്യിൽ ഒന്നും ഇട്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി മാറിയോ? വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു ഈ ചോദ്യം തന്നെ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ എത്ര ദൈവദാസന്മാർ എന്നോട് പറയുന്നുണ്ട് പ്രസംഗത്തിൽ ഞാൻ പറയുന്ന ബൈബിൾ പ്രകാരം അല്ലെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണമെന്ന് ഒരാൾ പോലും പറയുന്നുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ അവരുടെ പേര് താഴെ കമന്റ് എഴുതാം. ഹല്ലേലൂയ. പറയുന്നില്ലെങ്കിൽ എല്ലാ ദൈവദാസർക്കും പറയാം, നിങ്ങളും പറയണം ഇതുപോലെ തന്നെ. ബൈബിളിന്റെ വചനം വിട്ട് ഇടത്തോട്ട് മാറുന്നു, വലത്തോട്ടും മാറരുത്. വായിച്ച് 1:2, ഹെബ്രായർ 1:2. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു, അവൻ കേട്ടോ? മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി, ക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉളവാക്കിയിട്ട് സകലത്തിന് അവനെ അവകാശിയാക്കി വെച്ചു. പക്ഷെ ഇപ്പൊ പറയുന്നു അവൻ ആദ്യജാതനായി തീരണം, ഏകജാതൻ ആദ്യജാതനായി തീർന്നിട്ട് അവന്റെ അവകാശത്തിന്റെ പങ്കാളികൾ ഞാനും നിങ്ങളുമായി മാറണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് റോമ 8:29 പറയുന്നത്. ഹല്ലേലൂയ. ഇനി പലരുടെയും ചിന്ത എന്താണെന്ന് അറിയാമോ? എത്ര മനോഹരമായ പദ്ധതിയല്ലേ സഹോദരങ്ങളെ. പലരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിൽ വന്നപ്പോഴാണ് ദൈവത്തിന് മകനുണ്ടായത്. എന്റെ സഹോദരങ്ങളെ, ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. വായിച്ചേ, യോഹന്നാൻ 3:16 വായിച്ചേ. 3:16. ഓ ലോർഡ്, എല്ലാവരും വചനം വിശ്വസിക്കുക. അവരിവരും പറഞ്ഞതല്ല. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ശ്രദ്ധിക്കുക, ഏത് പുത്രനാ? ആദിജാതനല്ല, ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം. അപ്പോ നൽകിയത് ആരെയാ? ഏകജാതനായ പുത്രനെ നൽകിയേ. അല്ലാണ്ട് ഭൂമിയിൽ വന്നപ്പോഴാണോ ഏകജാതനായത്? ഭൂമിയിൽ വന്നപ്പോഴല്ല ഏകജാതനായത്. ഏകജാതനായ പുത്രനെയാണ് നമുക്ക് നൽകിയത്. അതായത് ക്രിസ്തുവിനെയാണ് നമുക്ക് നൽകിയത്. ക്രിസ്തു വചനം മാംസമായി. ക്രിസ്തു നേരത്തെ ഉണ്ട്. ആ ഏകജാതനായ പുത്രൻ മുഖാന്തരമാണ് സകലത്തെ ഉണ്ടാക്കി. ആ ക്രിസ്തുവിനെയാണ് നമുക്ക് നൽകിയത്. ഇനി വീണ്ടും കൺഫേം ചെയ്യാം. അതിന്റെ അടുത്ത വചനം 3:17. 2-3 പേരുടെ സാക്ഷ്യവഴിയിൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. വായിച്ച്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ജനിച്ചപ്പോഴല്ല പുത്രനായത്, പുത്രനെയാണ് ലോകത്തിൽ അയച്ചത്. മനസ്സിലായോ? ജനിച്ചപ്പോഴല്ല പുത്രനെ, ജനിച്ചപ്പോൾ ആയത് യേശുവാണ്. ക്രിസ്തു നേരത്തെ ഉണ്ട്, ലോക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ട്, അബ്രഹാം ഉണ്ടായതിനു മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ തന്റെ പുത്രനെ അയച്ചു. അത് ജനിച്ചപ്പോഴല്ല പുത്രനായത്. എത്ര വാക്യേ? 2 വാക്യേ. 2-3 പേരുടെ സാക്ഷ്യം കൊണ്ട് ഏതിനെ ഉറപ്പാക്കാലോ. ഗലാത്യ ലേഖനത്തിലേക്ക് വന്ന് ഗലാത്യ ലേഖനം 4 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഓ ഫാദർ വി താങ്ക് യു. ഹല്ലേലൂയ. തന്റെ പുത്രനെയാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ചതാനായിട്ട് അയച്ചത്. അതായത് ജനിച്ചപ്പോഴല്ല പുത്രനായത്. വായിക്കേ. എന്നാൽ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അതായത് ജനിച്ചപ്പോഴല്ല പുത്രനെയല്ല സ്ത്രീ ജനിപ്പിച്ചത്. അതായത് ജനിച്ചപ്പോഴല്ല പുത്രനായത്, തന്റെ പുത്രനെയാണ് സ്ത്രീയിൽ ജനിപ്പിച്ചത്. ഹല്ലേലൂയ. ഓൾറെഡി തന്റെ പുത്രൻ ക്രിസ്തു ഉണ്ട്. ക്രിസ്തു വചനം എന്ന പേരുള്ള വചനം ജഡമായി. അപ്പോഴാണ് സ്ത്രീയിൽ ജനിച്ചത്. ഹല്ലേലൂയ. തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി. അതായത് ജനിച്ചപ്പോഴല്ല പുത്രനായത്. ഇനി എന്തിനു വേണ്ടിയാണത്? ഇന്ന് പലരും പറയാറുണ്ട് അത് മനുഷ്യന്റെ അവകാശമുള്ളെന്ന്. മനുഷ്യന്റെ അവകാശം താഴേക്ക് വായിക്കേ. മനുഷ്യന്റെ അവകാശമല്ല, ദൈവത്തിന്റെ അവകാശം. അല്ലെങ്കിൽ പുത്രത്വത്തിന്റെ അവകാശം, ക്രിസ്തുവിന്റെ കൂട്ടവകാശം. താഴേക്ക് വായിക്കുക. അതിന്റെ 5 മുതൽ. അയച്ചത് എന്തിനു വേണ്ടിയാ നിയോഗിച്ചയച്ചത്? അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. മനസ്സിലായോ? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങി നാം ദൈവത്തിന്റെ മക്കളായി തീർന്നോന്ന്. ദൈവത്തിന്റെ മക്കളായി തീർന്നോന്ന്. അപ്പോ ഈ
യേശു ക്രിസ്തുവിന്റെ അപ്പൻ നമ്മുടെ അപ്പനായി മാറുമെന്ന്. താഴേക്ക് വായിച്ചു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ അപ്പൻ നമ്മുടെ അപ്പനായി മാറും. വായിക്കേ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. മനുഷ്യപുത്രന്റെ ആത്മാവിനെയല്ല, സ്വപുത്രന്റെ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അത് വലിയ മർമ്മമാണ്. നമ്മൾ മക്കളായതുകൊണ്ട്, അല്ലാണ്ട് സ്വീകരിച്ചപ്പോഴല്ല മക്കളായത്, മക്കളായതുകൊണ്ടാണ് നമുക്ക് ആ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മളിൽ അയച്ചത്. ഹല്ലേലൂയ. താഴേക്ക് അവിടെ പറയാണ്, അങ്ങനെ ദാസനല്ല പുത്രനത്രേ. അവിടെ എഴുതിയിരിക്കുകയാണ്, ശ്രദ്ധിക്കുക, ഗലാത്യ ലേഖനം 4:7 പറയാണ്, അങ്ങനെ നീ ഇനി ആരല്ല, ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. അപ്പൊ നമ്മൾ പുത്രനാണെങ്കിൽ ആരുടെ അവകാശിയായി? ദൈവഹിതത്താൽ ദൈവത്തിന്റെ അവകാശിയായി. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ നിങ്ങൾ ഇനി ദാസനല്ല പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ആരാ? അവകാശികളാണ്. ഇത് വ്യക്തമായി നിങ്ങളുടെ ബൈബിൾ വിശ്വസിക്കുക. ഈ അവകാശത്തെ കുറിച്ചാണ് റോമ ലേഖനം 8:17 പറയുന്ന ഈ അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. ആരുടെ അവകാശികൾ? ചാക്കോന്റെയും പീറ്ററിന്റെയും അല്ല, മരിച്ചു പോണ കാൻഡിഡേറ്റിന്റെ അല്ല, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും. ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയുക. ഇതാണ് ബൈബിൾ സന്ദേശം. ഇത് പറയുന്നത് എന്തിനാ പേടിക്കണേ? ഇതാണ് സുവിശേഷം. ആ കാൽവരി ക്രൂശിലെ യാഗം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ഏക വഴിയാണ് ക്രിസ്തു. ആ യാഗത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതും ഈ അവകാശത്തിലേക്ക് എത്തിച്ചേരുന്നതും ചേരേണ്ടതും. അപ്പൊ ഈ അവകാശത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ലെങ്കിലോ അവസാനം നാം ദൈവത്തിന്റെ ഭവനമായി മാറണം, ദൈവത്തിന്റെ മക്കളായി മാറണം, ക്രിസ്തയേശുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി മാറണം, ഒരു കുടുംബമായി മാറണം, ഇന്റർഡോലിംഗ് ഹെവൻലി ഹൗസിംഗ് പ്രൊജക്ടിലേക്ക് എത്തണം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നമ്മൾ ദൈവത്തിന്റെ ഭവനമായി തീരേണ്ടതിന് ആത്മാവിനാൽ ഒരുമിച്ച് പണിതു വരുന്നു. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ലോ ഓഫ് ദ സ്പിരിറ്റിൽ എല്ലാവരും, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ക്രിസ്തയേശുവിലുള്ള ആ പ്രവർത്തനത്തിലേക്ക്, അതാണ് ഹെവൻലി ഹൗസിംഗ് പ്രൊജക്ട്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പൊ ഇത് നാം മറന്നു പോകാനായിട്ട് ഇടയാക്കരുത്. അങ്ങനെ വരുമ്പോ യേശു ക്രിസ്തു പറയും, യോഹന്നാൻ 20:17 മറിയോട് പറഞ്ഞതുപോലെ, 20:17 വായിച്ച സിസ്റ്ററെ, യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ യാതൊരു ലജ്ജയുമില്ല യേശുവിന്. പുതിയ സൃഷ്ടിയിലാണ് ഇത് മുഴുവൻ, പഴയ സൃഷ്ടിയിലല്ല. ഇത് നിങ്ങൾക്ക് പലർക്കും കേൾക്കുമ്പോൾ അതിശയം വരുന്നത് പുതിയ സൃഷ്ടിയെ കുറിച്ചുള്ള ക്ലാസ് പോലും ഇന്ന് പുതിയ നിയമ സഭകളിൽ ഇല്ല എന്നുള്ളതാണ്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള സിലബസ് പോലും ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇല്ല എന്നുള്ളതാണ്. യേശു 3 വർഷം പ്രസംഗിച്ച സന്ദേശം ഇല്ല എന്നുള്ളതാണ്. വായിച്ച സിസ്റ്റർ. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിന് വചനം പറഞ്ഞു. ഒറ്റ സഭയിൽ വായിക്കുന്നില്ല. എന്തേ പേടിയുന്നേ? ആരെങ്കിലും കത്തി വെച്ചിട്ടുണ്ടോ? ഇത് ബൈബിളിലെ വചനമല്ലേ? യേശു ഒന്ന് നുണ പറഞ്ഞതാണ്. നമ്മുടെ യേശു നുണയനാണോ? എന്റെ യേശു ഒരു നുണയും പറയത്തില്ല. ഹല്ലേലൂയ. ഒരു നുണയും പറയത്തില്ല. എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. പുതിയ സൃഷ്ടിയിലുള്ള കാര്യം എഴുതിയിരുന്നേ. കാൽവരി ക്രൂശിലെ യാഗത്തിനോട് ചേർന്ന് നമ്മൾ പുതിയ സൃഷ്ടികളായി ക്രിസ്തുവിന്റെ വംശത്തിലേക്ക്, ദൈവത്തിന്റെ വംശത്തിലേക്ക് മാറി. ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ദൈവമല്ലെന്ന് പറയുന്നവരോട് നിങ്ങൾ വ്യക്തതയോടെ പറയുക. അവർ ഈ സന്ദേശത്തെ മുടക്ക എന്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി ഈ സന്ദേശം എത്താതിരിക്കാനുള്ള പിശാചിന്റെ ഏജന്റുമാർ മാത്രമാണ് അവര്. ഹല്ലേലൂയ. കാരണം അവർക്കൊന്നും ഇത് പറയാൻ പേടിയാണ്. ഈ വചനം പറയാൻ പേടിയാ. ഈ വചനം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഭ പൊട്ടുമെന്ന് അവർ പേടിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ പുതിയ സൃഷ്ടിയിൽ യേശു ക്രിസ്തു പറയുകയാണ്, ഇതാ മറിയേ, ഞാൻ ഒരിടം വരെ പോവുക. ആരെ കാണാൻ പോവുകയാണ്? എന്റെ അപ്പനും നിങ്ങളുടെ അപ്പനും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവന്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്ന് നീ പോയി ശിഷ്യന്മാരോട് പറയാനല്ല. ഇത് ഞങ്ങളെ ഹിന്ദി ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പോ കഴിഞ്ഞ ആഴ്ചയില് ഇത് പറഞ്ഞപ്പോ ഉടനെ തന്നെ ആ പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്: ചേലയുടെ അടുക്കൽ പോകും, ചേലയോട് പോയി പറയാൻ. അതായത് ശിഷ്യന്മാരോട് പോയി പറയാനായിട്ട്. ചില ശിഷ്യന്മാരാ ഉടനെ തന്നെ ഇതെനിക്ക് തിരിച്ചറിയാൻ ദൈവം കൃപ നൽകി. ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ ചേലയോട് പോയി പറയാനല്ല പറഞ്ഞേ,
സഹോദരന്മാരോട് പോയി പറയണം, ബായി ലോകനോട് പോയി പറയാനാ പറഞ്ഞേ. അപ്പൊ പാസ്റ്റർ അടുത്ത പ്രസംഗത്തിൽ എന്നോട് പറയാ, നമ്മുടെ തലയിലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതേ നമ്മൾ പറയും. ബൈബിള് ശ്രദ്ധിക്കാറില്ല, വായിച്ചാലും മനസ്സിലാവും. ഹല്ലേലൂയ. പണ്ട് എന്താണോ പഠിപ്പിച്ച അതേ പറഞ്ഞുകൊണ്ടേ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്ന സമയം. ഹല്ലേലൂയ. അല്ലാണ്ട് പണ്ട് ആരൊക്കെ എന്തെങ്കിലും പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ല, വചനം നോക്കിയത് അങ്ങനെ തന്നെ ഒന്ന് ബരോവരുള്ളവരെ പോലെ നമ്മൾ ഉത്തമന്മാരായി മുന്നോട്ടേക്ക് പോവുക. ഹല്ലേലൂയ. ദൈവരാജ്യ സന്ദേശത്തെയും പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട ലോക സ്പിരിറ്റിനെയും തടയുന്ന പിശാചും അവന്റെ ആളുകൾ നിറയെ സഭയിലുണ്ട്. നിങ്ങൾ എപ്പോഴും നിൽക്കേണ്ടത്, എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് നിൽക്കേണ്ടത് ദൈവവചനത്തിലാണ്. അതിന് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറും. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിലൂടെയുള്ള തന്റെ കുടുംബമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി നമ്മൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. എഫെസ്യർ 2:18-19 പറഞ്ഞ ദൈവത്തിന്റെ ഭവനക്കാരാന്ന് നമ്മൾ പറയണേ. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയും ദൈവത്തിന്റെ വീട്ടുകാരെന്നേ. ഇനി ചാക്കോച്ചന്റെയും അന്നമ്മയുടെയും വീട്ടുകാരൊന്നും അല്ല, ദൈവത്തിന്റെ വീട്ടുകാർ. പഴയ സൃഷ്ടിയിൽ ചാക്കോച്ചന്റെ അമ്മച്ചിയുടെ അന്നമ്മയുടെ ഒക്കെ വീട്ടുകാരായിരുന്നു. അത് മരിച്ചു പോണവരാ, ജഡഭുജങ്ങളാ. എന്നാൽ നമ്മളെ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ വംശമായി നമ്മളെ മാറ്റിയിരിക്കുക. ഇതുകൊണ്ടാണ് ഏശയ്യ 53:10 ദൈവത്തിന്റെ വചനം പറയുന്നത്, അങ്ങനെ ക്രിസ്തുവിലൂടെ ദൈവത്തിന് തന്റെ വംശത്തെക്കാണ്. ഹിന്ദി ബൈബിളിൽ പറയുന്നത് തബോഹന വംശത്തേക്കിനെ പറയുക, ദൈവത്തിന് തന്റെ വംശത്തെക്കാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇത് പറയാൻ എന്തിനാ ഭയപ്പെടുന്നേ? ഹല്ലേലൂയ. ബൈബിളിലെ സന്ദേശം പറയുന്നേ, അത് പിശാചി കാലങ്ങളായിട്ട് മറച്ചു വെച്ചിരിക്കുക, വയലിൽ ഒളിച്ചു വെച്ച നിധിയാണെന്നേ. ആ വയലായ ലോകത്തെ പിടിച്ചുകീറി ലോകം മാറ്റി എറിഞ്ഞിട്ട് ബൈബിളിലെ സത്യസന്ദേശം അറിയിക്കേ, ലോകത്തെ അറിയിക്കേ. നിനക്ക് മഹത്വം ഉണ്ടാകുന്ന ഈ ലോകത്തിലെ ആളുകളിൽ നിന്നല്ല, ഇവർ നിന്നെ തിരസ്കരിക്കുക. എന്നാൽ പുത്രനായ ക്രിസ്തു സ്വർഗ്ഗത്തെ പിതാവ് നിങ്ങളെ ഒരുമിച്ച് സ്വീകരിക്കും. ഹല്ലേലൂയ. ബോൾഡായിട്ട് നിങ്ങൾ നിൽക്കുക. കാരണം നിങ്ങൾ വെളിപ്പെടുകയല്ല, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതാ ആ കയ്യ് ഗ്ലൗവിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളിലൂടെ സംസാരിക്കും. അതാ ഈ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ജഡത്തിൽ വെളിപ്പെടും. അവിടെ ഒരു ഭയം ഉണ്ടാകുന്നില്ല. അവർ മരണത്തെ ഭയപ്പെടുന്നില്ല. കാരണം കൊന്ന് കുഴിച്ചിട്ടാലും എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ഇതാ ഈ ഗ്ലൗവിന്റെ ഉള്ളിൽ കിടക്കുന്നത്, സ്വർഗസ്ഥ പിതാവ്. മനസ്സിലായോ? യേശു സത്യത്തിന് സാക്ഷി എന്നപ്പോ അവരെ മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊന്ന് കുഴിച്ചിട്ടു. എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ജീവൻ കൊടുക്കുന്നവൻ ഇതാ ആ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയുടെ ആരംഭമായി യേശു ക്രിസ്തു ആദ്യ ഫലമായി ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഇടയായി. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയുക. അപ്പൊ നമ്മൾ കണ്ടു ഏകജാതൻ എന്ന് പറയുന്ന ക്രിസ്തു ആദ്യജാതനാകുക. അപ്പൊ ഏകജാതൻ എന്ന് പറയുന്ന ഇനി ഒരു വചനോട് വായിച്ചിട്ട് ഇനി ആദ്യജാതൻ എന്ന് പറയുന്ന വചനങ്ങൾ വായിക്കാം. ദൈവത്തിന്റെ വചനം പറയാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം. നമ്മൾ ഓൾറെഡി 1-2 വചനങ്ങൾ വായിച്ചു, എങ്കിലും 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ വീണ്ടും പറയുന്നു ഏകജാതൻ. ഓ ലോർഡ്, ഐ ലവ് യു. പോയിന്റ് 9 വായിച്ചു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. വളരെ വ്യക്തമായിട്ടോ പറയുന്നത്, ദൈവം തന്റെ ഏകജാതൻ, ഏത് ജാതൻ? ഏകജാതനായ പുത്രൻ. ഇനിയിപ്പോ ഏകജാതന്റെ പുത്രനെയാണ് അയച്ചത്, അല്ലാണ്ട് അയച്ചപ്പോഴല്ല പുത്രനായത്. ഓൾറെഡി പുത്രനാണ്. ആ പുത്രനെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. കാര്യം ക്ലിയർ ആയി ഇരിക്കുന്നു. 2-3 പേരുടെ സാക്ഷ്യം ഒഴിയാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. ഞാനിപ്പോ 3 വചനം വായിച്ചു, ഇനിയും വായിച്ചാൽ സമയം പോകും. ചിലപ്പോൾ സാജു പറഞ്ഞ അടുത്ത പ്രോഗ്രാം കിടക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഏകജാതന്മാരുടെ ആദിജാതൻ എന്നുള്ള വചനത്തിലേക്ക് പോവാം. അതാണ് നമ്മൾ ഓൾറെഡി വായിച്ചത്. റോമാലേഖനം 8:29 നമ്മൾ വായിച്ചില്ലേ? ആദിജാതൻ. ദൈവം തന്റെ പുത്രൻ തന്റെ ഏത് പുത്രൻ? ഏകജാതനായ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്, അതായിട്ടില്ല, ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തിൽ അനുരൂപമാകാൻ നമ്മൾ മുന്നേമിച്ചു. അപ്പൊ നമ്മളെ ക്രിസ്തുവെ പോലെ അങ്ങനെ നിയമിച്ച് ക്രിസ്തുവിന്റെ സഹോദരങ്ങളാകാൻ മുന്നേമിച്ച് അതുവഴി നമ്മൾ ആദ്യ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരും. സഹോദരങ്ങളായ. ഹല്ലേലൂയ. ഇനി ഈ ക്രിസ്തു ആദ്യം വന്നപ്പോഴല്ലേ യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം. ആർക്ക് നൽകുവാൻ? ഭൂമിക്ക് നൽകുവാൻ, നമുക്ക് നൽകുവാൻ, ലോകത്തിന് നൽകുവാൻ. ഹല്ലേലൂയ. എപ്പോ? ആദ്യ വരവിൽ. എന്നിട്ട് ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ പുതിയ സൃഷ്ടികർമ്മം നടത്തി സഹോദരങ്ങളുമായിട്ട് മക്കളെ ജനിപ്പിച്ച് സഹോദരങ്ങളുമായിട്ട് ഇതാ പോയിരിക്കുക. ഇനി ഇങ്ങോട്ട് വരുമ്പോ സഹോദരങ്ങൾ റെഡിയാ. അപ്പൊ പിന്നെ വരുന്നത് ഏകജാതനല്ല, പിന്നെ വരുന്നത് ആദ്യജാതനാണ്. കാരണം അനേക സഹോദരങ്ങളുണ്ട്, ആദ്യജാതന വരുന്നത്. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 1:6
ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ, ആദ്യത്തെ വരവിൽ ഏകജാതനായിരുന്നു, രണ്ടാമത്തെ വരവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തു ഏകജാതൻ എന്നല്ല, ആദ്യജാതൻ. ഹല്ലേലൂയ, ആദ്യജാതൻ. ഹെബ്രായർ 1:6 വായിച്ച്. ദൈവം തന്നെ വീണ്ടും പ്രവേശിപ്പിക്കാൻ പോവാണ്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നും താൻ അരുളി ചെയ്യുന്നു. ഭൂതലത്തിലേക്ക് പിന്നെയും പ്രവേശിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം നേരത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പ്രവേശിപ്പിച്ചപ്പോൾ ആരായിരുന്നു? ഏകജാതൻ. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം പിതാവ് നമ്മളെ സ്നേഹിച്ചു. അപ്പൊ ആദ്യം തന്നപ്പോ, ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോ ഏകജാതനായിരുന്നു. ഇനി പിന്നെയും പ്രവേശിക്കാൻ പോവാ. നമ്മൾ ക്രിസ്തുവിന്റെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ, അല്ലെ? ഹല്ലേലൂയ. പിന്നെയും പ്രവേശിപ്പിക്കുക. അപ്പൊ പറയാണ് ഏകജാതനല്ല, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വചനം കൂടാതെ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക. ഈ സഹോദരൻ പറയുന്ന ഒക്കെ വചനം കൂടാതെയാണ്. പിന്നെ താഴെ എഴുതണം, വചനം വെച്ച് മാത്രം പറയുന്നവരുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഇതൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ എനിക്ക് ലോകത്തോട് ചേരണ്ട, ലോക ക്രിസ്തീയ സമൂഹത്തോട് ചേരണ്ട. എനിക്ക് സ്വർഗസ്ഥ പിതാവോട് ക്രിസ്തുവോട് ചേർന്നാൽ മതി. അതുവഴി യോഹന്നാൻ പറയുന്ന പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അങ്ങനെ ആ കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കേണ്ടതിന് അവിടെ ഞങ്ങൾ കണ്ടതും കേട്ടതും. കണ്ടോ, അവിടെ കണ്ടതും കേട്ടതും ഉണ്ട്. നമ്മുടെ റേഡിയോയിലെ ഒരു പ്രോഗ്രാമാണ് കണ്ടതും കേട്ടതും. ഇതാ അവിടെ കണ്ടതും ആര് വഴി? ക്രിസ്തു വഴി. അവിടെ കണ്ടതും കേട്ടതും. പൗലോസ് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ വെളിപ്പാട് ഏതെങ്കിലും ബൈബിൾ കോളേജിൽ നിന്ന് പ്രാപിച്ചതല്ല, ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ. കണ്ട കയ്യറ വെളുത്ത കയ്യറ, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാണ് പ്രാപിച്ചത്. ക്രിസ്തു പറയുന്നു ഞാൻ ഇത് പ്രാപിച്ചത് എന്റെ പിതാവിൽ നിന്നാണ്. കണ്ടോ, ആ പിതാവ് എന്ത് പറയുന്നു അത് ക്രിസ്തു പറയുന്നു, ക്രിസ്തു എന്ത് പറയുന്നു അത് പൗലോസ് പറയുന്നു. അങ്ങനെ ഇതാ പൗലോസിലൂടെ ക്രിസ്തു വെളിപ്പെട്ടു, ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ പൗലോസിലൂടെ സ്വർഗത്തിലെ ദൈവം, ക്രിസ്തുവിലുള്ള പൗലോസിലൂടെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് ദൈവപുത്രൻ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. അതായത് ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളുടെ ഭൂമിയിൽ ജീവിക്കുന്നു. ഇനി നമ്മളല്ല ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലേ ഗലാത്യർ 2:20, ഇനി ഞാനല്ല, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു പറയുന്നു ഞാനല്ല, സ്വർഗത്തിലെ പിതാവ് വസിച്ചുകൊണ്ട് എന്നിലൂടെ ജീവിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ ആരുടെ ജീവിക്കുന്നത്? സ്വർഗസ്ഥ പിതാവ്. ദൈവം നമ്മുടെ ജഡത്തിൽ വെളിപ്പെടുന്നു. ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. ആരിൽ? ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ, ക്രിസ്ത്യാനിമാരായ നമ്മിലൂടെ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിലും വ്യക്തതയോടെ ദൈവം എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരിക? ഇതിലും വ്യക്തതയോടെ എങ്ങനെയാ പറഞ്ഞു തരിക? ഇതും കേട്ടിട്ട് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ബൈബിളിലെ അവസാനത്തെ ഒരു വചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ, ഹല്ലേലൂയ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇത്രയൊക്കെ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിട്ട് തർക്കിക്കാനാണ് ഭാവമെങ്കിൽ ദൈവത്തിന് പിന്നെ നമ്മളെ നന്നാക്കാൻ വേറെ ഒരു പദ്ധതി ഉണ്ടാവില്ല. ഈ ആയിരിക്കുന്നതിൽ തന്നെ തുടങ്ങുക. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചേർക്കാനാണോ സംസാരിക്കുന്നത്? ഗ്രൂപ്പിനോട് ചേർക്കാനാണോ സംസാരിക്കുന്നത്? പെന്തക്കോസ്തിനോട് ചേർക്കാനാണോ സംസാരിക്കുന്നത്? ഞാൻ ജനിച്ചു വന്ന കത്തോലിക്കനോട് ചേർക്കാനാണോ സംസാരിക്കുന്നത്? നിങ്ങളെ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാക്കാൻ, ഒരു കുടുംബമാക്കാൻ, ഹെവൻലി ഇന്റർഡോളിംഗ് ഹൗസിംഗ് സിസ്റ്റത്തിലേക്ക് കയറുവാൻ. അതായത് യോഹന്നാൻ 14:20 പറയുന്ന പോലെ, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലും ആയിരിക്കുന്ന പോലെ ഇവർ നമ്മിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എത്ര വചനങ്ങൾ എനിക്ക് തന്നത്! ഹല്ലേലൂയ. എല്ലാം പൊട്ട ചെവികളും തുറക്കട്ടെ, ആത്മാവിന്റെ മണ്ഡലങ്ങൾ തുറക്കട്ടെ. കണ്ണിലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, അങ്ങ് തന്ന വചനത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പനെയാണ് ക്രിസ്തുവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പനെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, തന്റെ പുത്രൻ അത് വെളിപ്പെടുത്തി തരും. ദൈവത്തെ ജഡത്തിൽ, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ തന്റെ ജഡത്തിലൂടെ ആ പുത്രൻ വെളിപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സാന്നിധ്യത്തിനായി നന്ദി അപ്പ. അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും ഞങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന ഈ മഹാസാന്നിധ്യത്തിനായി നന്ദി പിതാവേ. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നതിനായി നന്ദി. ഇതേ ആത്മാവിന്റെ ശക്തിയും ആത്മാവിന്റെ സാന്നിധ്യവും ഇത് അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക്, കേൾക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോഴെല്ലാം കേൾക്കുന്നു അവരിലേക്ക് ഇത് കടന്നു വരുവാനിടയാകട്ടെ. അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിശാച് കലക്കി മറിച്ചിട്ടിരിക്കുന്ന ആത്മമണ്ഡലത്തെ അങ്ങ് തെളിഞ്ഞ വെള്ളം പോലെ ആക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രക്ഷപ്രാപിപ്പാൻ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ മക്കളും ഈ വചനത്തിലുള്ള സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവിന്റെ
പൂർണ്ണതയിലേക്ക് അവർ തലയോളം വളർന്ന് അങ്ങിൽ എത്തിച്ചേരുവാൻ, ഒരു കുടുംബമായി തീരുവാൻ നന്ദി. ഈ വചനം ഈ മക്കളുടെ ഹൃദയങ്ങളിൽ ഉൾഭൂമുകളെ തുളച്ച് കടന്നു എന്നുകൊണ്ട് സാത്താൻ ഇതുവരെയും കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കരോടെ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തിയോടെ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശബ്ദം പേടകൾ പ്രസവിക്കുന്നത് പോലെ ദൈവപുത്രന്മാർ പ്രസവിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിലേക്ക്, ക്രിസ്തുവിൽ ദൈവസിംഹാസനത്തിലേക്ക് അവർ എത്തിച്ചേരട്ടെ. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വ്യാപരിപ്പിക്കുന്ന അങ്ങയുടെ ആത്മാവിനായി, അങ്ങയുടെ ശക്തിക്കായി, അങ്ങയുടെ ജീവനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിന് മുഖാന്തരമായി ഈ ചാനല് ഇതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അനേകം ദൈവദാസന്മാരെ ഇന്ന് അങ്ങ് വെല്ലുവിളിച്ചതായി ഞാൻ കാണുന്നു. ഈ വചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഇല്ല എങ്കിൽ നിങ്ങൾ പ്രസംഗിക്കരുത്, ഉണ്ടെങ്കിൽ പ്രസംഗിക്കണം. എന്റെ പുത്ര യേശു എന്ത് പറഞ്ഞു, എന്റെ ആത്മാവ് എന്ത് പറഞ്ഞു, അത് ആവർത്തിക്കുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ, അത് ഒളിച്ചു വെക്കുന്നവരല്ല. സ്വർഗീയ പിതാവേ, അങ്ങ് മക്കളെ ഇത്ര ഇത് സ്നേഹിക്കുന്നതിനായി നന്ദി. അപ്പാ, അവരുടെ കരുണ തോന്നണമേ, അവരുടെ പേടിയെല്ലാം അങ്ങ് മാറ്റണമേ, അവരുടെ സപ്പോർട്ടിനെ കുറിച്ചുള്ള പേടി, ഇനി ആരെങ്കിലും എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമോ എന്നുള്ള അതിനെ കുറിച്ചുള്ള പേടി, ഇതൊക്കെ അങ്ങ് മാറ്റിക്കൊടുക്കണേന്ന് പ്രാർത്ഥിക്കും. പ്രിയ നല്ല പിതാവേ, അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. അതിലെല്ലാം അങ്ങ് മഞ്ഞും മഴ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേസ് അപ്പ പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ രോഗമുള്ള ഭാഗങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. ഏതെങ്കിലും പാപത്തെ കുറിച്ച് ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയോട് അസഭ്യമായി സംസാരിച്ചിട്ടുണ്ടോ എങ്കിൽ, ദൈവത്തിന് വചനം പറയുന്നു, നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്, അത് രോഗകാരണമായി തീരും. അതുകൊണ്ട് ഏതെങ്കിലും പാപപ്രവൃത്തികൾ ദൈവം നിങ്ങൾ ഓർപ്പിക്കുന്നു, യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താണ്. യേശുവിന്റെ അടിപ്പിടരാൽ നമുക്ക് പിതാവ് തന്ന സൗഖ്യം നമ്മുടെ അവകാശമാണ്. യേശു ക്രിസ്തുവിന്റെ അടിപ്പിടരാൽ ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് തന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. സൗഖ്യമുള്ളവരായിരിക്കട്ടെ. അതിപ്പോൾ മാത്രമല്ല, ഈ ശബ്ദം എപ്പോഴൊക്കെ കേൾക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ആ വേദന വിട്ടുമാറട്ടെ, ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ. അതിന്റെ പുറകെ പിശാചിന്റെ സകല അവകാശങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്താൽ പ്രഖ്യാപിക്കുക. ഈ മക്കൾ നിത്യം അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തോരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ സംസാരിക്കുമ്പോൾ ആ ദൈവത്തിന് നിങ്ങളുള്ള തീക്ഷ്ണതയിൽ ചിലപ്പോൾ സംസാരം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, എങ്കിലും ഞാൻ നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി സ്വർഗീയ പിതാവിന്റെ ഭവനം അവകാശമാക്കുക. ദൈവരെ സഹായിക്കട്ടെ. വെളിപ്പാട് 27 ഇങ്ങനെ പറയുന്നു, ജയിക്കുന്ന വരുന്ന അവകാശമാക്കും, ഞാൻ അവന് ദൈവവും എനിക്ക് മകനുമായിരിക്കും. ആ ദൈവ കുടുംബത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് ഒരു കുടുംബമാണ് കടന്നു പോകാം. ആ ഹെവൻലി ഇൻഡ്വെല്ലിംഗ് ഹൗസിംഗ് സിസ്റ്റം ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. അതിലെത്തിപ്പെടാൻ ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇനി ഒരു കാര്യം, അടുത്ത ആഴ്ച ഈ സന്ദേശം ഉണ്ടാകത്തില്ല. എറണാകുളം പ്രാർത്ഥനാലയത്തില് അടുത്ത തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച റിട്രീറ്റ് ആരംഭിക്കുകയാണ്. നിങ്ങൾ ഏവരും അതിലേക്ക് ക്ഷണിക്കുകയാണ്. കടന്നു പോകാൻ പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ക്ഷണിക്കുകയാണ്. സത്യവചനങ്ങൾ ആസിറ്റീസ് പറയുവാനുള്ള ഒരു ആസിറ്റീസ് കേൾക്കാനുള്ള ഒരു അവസരമാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാൻ, ചോദ്യം ആദ്യം അവിടെ അതിന്റെ ഉത്തരം കൂടി ലഭ്യമാകുന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിന്നെ കൂടുതലായിട്ട് സന്ദേശത്തെ കുറിച്ച് അറിയണം. അതുകൊണ്ട് അടുത്ത ആഴ്ച ഈ സന്ദേശം ഉണ്ടാകത്തില്ല. അതിന്റെ അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നേ ഉണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു വിടുക. നമ്മുടെ ജീവിതം കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും. രക്തം സപ്പോർട്ട് ചെയ്യുന്ന ഈ ജീവിതം ഇപ്പൊ തീരും. എന്നാൽ ആത്മാവ് സപ്പോർട്ട് ചെയ്യുന്ന ജീവിതത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ എമാ ലൈഫ് ഇപ്പോ തീരും. നമുക്ക് സൊയി ലൈഫിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സൂക്കെ ലൈഫ് നിലനിൽക്കുന്നുണ്ടാവും. ഹല്ലേലൂയ. ഒന്നും മനസ്സിലായെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുക, പുതിയ സന്ദേശങ്ങൾ കേൾക്കുക. അപ്പൊ നമുക്ക് കേൾക്കാം എമാ ലൈഫിനെ കുറിച്ച്, സൂക്കെ ലൈഫിനെ കുറിച്ച്, സൊയി ലൈഫിനെ കുറിച്ചും ഒക്കെ കേൾക്കാം. അപ്പോ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ ഇടയാ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SVJ മെസ്സേജസ്. ഹല്ലേലൂയ. സബ്സ്ക്രൈബ് ചെയ്യുക. അനേക സന്ദേശങ്ങൾ കയ്യിലെടുത്ത് കിട്ടും. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. ഞങ്ങളുടെ ബൈബിൾ കോളേജ് ഉണ്ട് ടെലിഗ്രാമില്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജ്. ഹല്ലേലൂയ. ഏകദേശം 400 ക്ലാസ്സുകളോളായി. നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്ലാസ് മുതൽ കേൾക്കാവുന്നതാണ്. ടെലിഗ്രാമിലാണ്. ആ ബൈബിൾ കോളേജിന്റെ പേര് ടെലിഗ്രാമിൽ കയറിയിട്ട് അടിച്ചു നോക്കുക. SVJ KG and സ്പേസ് ഇട്ടിട്ട് KG and NC ബൈബിൾ സ്കൂൾ. KG ആൻഡ് എന്നുള്ള ആൻഡ് അല്ല, ഇങ്ങനത്തെ ആൻഡ്. ഹല്ലേലൂയ. ആൻഡ് ഇട്ട് KG and NC വെച്ച കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ന്യൂ ക്രിയേഷൻ ബൈബിൾ സ്കൂൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. സൗജന്യം. ആരും അറിയാതെ ബൈബിൾ പഠിക്കാം.
അല്ലെങ്കിൽ പബ്ലിക് അറിയുമ്പോഴല്ലേ ഷാജി ഹോസ്പിറ്റൽ മെസ്സേജ് കേൾക്കാൻ പോയി, SPJ മെസ്സേജ് കേൾക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ആരും അറിയാതെ നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തുന്നു എന്ന രീതിയിൽ അങ്ങ് പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഒരു ക്രെഡിറ്റും വേണ്ട, ഒരു മഹത്വം വേണ്ട. ഒരു വ്യക്തി ക്രിസ്തു തികഞ്ഞവരായി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നാൽ മാത്രം മതി. അപ്പൊ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇതിന് വഴി ഒരുക്കിയ ഗോസ്പൽ TV ചാനലിനോടും സാജിനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നു. നമുക്ക് ഇതിലൂടെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ അവസാനിപ്പിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്തരത്തിലുള്ള സമയം ഗോസ്പൽ TV UP എന്ന ചാനലിനോടൊപ്പം ദൈവവചനം ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്നുള്ള പ്രോഗ്രാമുകളിലും അതുപോലെ ഇനി വരുന്ന ക്ലാസ്സുകളിലും ഒക്കെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടായിരിക്കില്ലെന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ ഇനി വരുന്ന ആഴ്ച വീണ്ടും നമുക്ക് അതായത് ഈ വരുന്നതിന്റെ പിന്നത്തെ ആഴ്ച വീണ്ടും ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. Give you glory, Abba. Thank you, Heavenly Father.